നമുക്ക് തലകളെ വണങ്ങി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവേ, വചനം നിന്റേതാണ്, അടിയങ്ങളും നിന്റേതാണ്. ഞങ്ങളുടെ ആവശ്യത്തെ ഞങ്ങളെക്കാൾ അധികം അറിയുന്നത് തമ്പുരാനെ, ഇന്ന് നിന്റെ വചനം ഞങ്ങൾക്ക് ആവശ്യമായ വിധത്തിൽ നീ വിഭാഗിച്ച് തരണമെന്ന് വിനയത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, മനസ്സലിവുണ്ടാകണമേ. പരിശുദ്ധാത്മാവേ, മനസ്സലിവുണ്ടാകണമേ. പരിശുദ്ധാത്മാവെ, ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവെ, അവിടുത്തെ ശബ്ദം കേൾപ്പാൻ തക്കവണ്ണം തീർക്കണമേ. മാനവും മഹത്വവും നിനക്കാകണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ. ആമേൻ. ഇന്ന് പഴയ നിയമത്തിലെ ഭക്തനായൊരു മനുഷ്യനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആസഫാണ് ആ ഭക്തൻ. ഞാൻ നിങ്ങളോട് ഇപ്പോഴും ചോദ്യം ചോദിച്ചാൽ, നിങ്ങൾ ഒരു ഭക്തനിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരുപാട് മറുപടി കിട്ടുന്നില്ല. സാധാരണ നാം ഒരു ഭക്തനെ കുറിച്ച് എന്താണ്, ഭക്തനിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുക? ഒന്ന്, ലിസ്റ്റിൽപ്പെട്ട പാവങ്ങളൊന്നും ചെയ്യും. പള്ളിയിലൊക്കെ വളരെ റെഗുലറായിട്ട് വേണം. എല്ലാ കാര്യങ്ങളിലും പള്ളിയിൽ സാന്നിധ്യം ഉണ്ടാകുന്നു. ഒന്ന് വചന ശുശ്രൂഷ നടത്താൻ പറഞ്ഞാൽ ഉടനെ നടത്താൻ തയ്യാറാണ്. വചന ശുശ്രൂഷ നടത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഉടനെ പ്രാർത്ഥിക്കണം. സൺഡേ സ്കൂളിലുണ്ടാകണം. ഇടവ മിഷനിൽ അത് സംബന്ധിച്ചിരിക്കണം. പ്രാർത്ഥന, വീട്ടുപ്രാർത്ഥനകൾ നടക്കുമ്പോൾ അതിൽ പോയി സംബന്ധിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും വേണം. ഇത്രയൊക്കെ ആയാൽ നല്ല ഭക്തനായ മിഷനിലൊക്കെ അല്ലേ? അത്രയൊക്കെ ഉണ്ടെങ്കിൽ സാമാന്യം ഭേദപ്പെട്ട ഭക്തനാണ്. എന്നാൽ നാം ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്ന മനുഷ്യൻ അങ്ങനെയല്ല. അതിനേക്കാൾ എത്രയോ 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 ഉയർന്നു നിൽക്കുന്ന, ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ. ഈ ആസഫിന്റെ പണി എന്താ നിങ്ങൾക്കറിയാം? വയറിലുള്ള ആർക്കെങ്കിലും പറയാം? വെറും പാട്ടുകാരനല്ല. സ്വർഗത്തിൽ മാലാഖമാർ ദൈവത്തെ സദാ പാടി മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, യെരുശലേം ദേവാലയത്തിൽ സദാ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്ന ഖോയറിന്റെ നേതാവ്, ഫുൾ ടൈം സുവിശേഷം, ദേവാലയത്തിൽ നിന്ന് ഇറങ്ങാത്തവന്, വായി തുറന്നാൽ ഹല്ലേലൂയ സ്തോത്രം മാത്രം, ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്നില്ല. അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്, ഞാൻ എൻ്റെ കൈകൾ നിർമ്മലതയിൽ കഴുകി, എൻ്റെ ഹൃദയം കുറ്റമില്ലായ്മയിൽ സൂക്ഷിച്ചു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഞാൻ പാപം ചെയ്തിട്ടില്ല. ഇതാർക്ക് പറയാനുണ്ട്? എൻ്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യന് പോലും പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ വായ കൊണ്ട് പാപം ചെയ്തിട്ടില്ലെന്ന് പറയാം, കൈ കൊണ്ട് പാപം ചെയ്തിട്ടില്ലെന്നും പറയാൻ സാധിക്കുമായിരിക്കും. ഹൃദയം കൊണ്ട് പാപം ചെയ്തിട്ടില്ല എന്ന് പറയുവാൻ ആർക്കാണ് സാധിക്കുക? അത് സാധിക്കണമെങ്കിൽ എന്തായിരിക്കും? മാനസിക വളർച്ചയില്ലാത്ത ആരും. അല്ലാതെ ആർക്കാണ് എത്ര ധൈര്യത്തോടെ പറയാൻ പറ്റുക? ഞാൻ മനസ്സുകൊണ്ട് പോലും പാപം ചെയ്തിട്ടില്ല. ഒറ്റ ആളുണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ മാന്യന്മാരായിട്ട് ജീവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിൽ തോന്നിയത് പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ പ്രവർത്തിച്ചതൊന്നും പിടിക്കപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അതാ കൂടുതൽ സാധ്യത എന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് ആസഫ് പറയുന്നു, വായ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഞാൻ യാതൊരു പാപവും ചെയ്തു. മോശക്കാരനല്ല, അല്ലേ? മോശക്കാരനല്ല. പൂർണ്ണസമയ സുവിശേഷകൻ, ദേവാലയത്തിൽ നിന്ന് ഇറങ്ങാത്തവൻ, വായ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ പാപം ചെയ്യാത്തവൻ, വായി തുറന്നാൽ എപ്പോഴും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവൻ. നേരത്തെ പറഞ്ഞ ഭക്തനുമായി വല്ല താരതമ്യമുണ്ടോ? നമ്മുടെ അറിവിലുള്ള ഒരു ഭക്തനെയും താരതമ്യപ്പെടുത്തുവാൻ തക്കോളം സാധ്യമാകാത്ത വണ്ണം എത്രയോ ഉന്നത നിലവാരം പുലർത്തുന്ന മനുഷ്യനാണ്. എന്നാൽ
15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ഭക്തനായ മനുഷ്യൻ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്, നീ കർത്താവേ, ഞാനിങ്ങനെ സംസാരിക്കുവാൻ മുതിർന്നിരുന്നുവെങ്കിൽ നിന്റെ മക്കളുടെ തലമുറയോട് ഞാൻ ദ്രോഹം ചെയ്യുമായിരുന്നുവല്ലോ. ഇങ്ങനെ ഞാൻ സംസാരിക്കുവാൻ മുതിർന്നിരുന്നുവെങ്കിൽ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. എന്തോ നാറുന്നുണ്ടല്ലേ, അല്ലേ? എന്തോ നാറുന്നുണ്ട്. ഒരു മദ്യപാനി ഇങ്ങനെ നിലവിളിച്ചെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് സംഭവിക്കാൻ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഈ ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ നിലവിളിക്കാൻ അതിനർത്ഥം എന്താണ്? എവിടെയോ എന്തോ കാര്യമായ കുഴച്ചിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്, അല്ലേ? അല്ലാതെ വേറെന്താ മറുപടി? ഇന്ന് നാം കൂടി വന്നിരിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം ഒരുപക്ഷെ ആസാഫിനെ പോലെ ഭക്തന്മാരല്ല എങ്കിലും ഏതാണ്ട് അതിനടുത്തൊക്കെ കുറേയൊക്കെ നിൽക്കാൻ സാധ്യതയുള്ളവരാണ്. എൻ്റെ ചോദ്യം, നാം തലമുറകളോട് ദ്രോഹം ചെയ്യുന്നത്, തലമുറകളെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുന്നത്, അതാണ് എൻ്റെ പ്രസംഗം. തലമുറകളോട് ദ്രോഹം ചെയ്യുന്നവർ തലമുറകളെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുന്നവർ. ഇനി ഞാൻ വീണ്ടും ബഹുമാനപ്പെട്ട മത്തായിച്ച് ഈ 73-ാം സങ്കീർത്തനം വീണ്ടും ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഭക്തനായ മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നു? എൻ്റെ ദൈവമേ, ഇങ്ങനെ ഞാൻ സംസാരിക്കുവാൻ മുതിർന്നിരുന്നുവെങ്കിൽ നിന്റെ മക്കളുടെ തലമുറയോട് ഞാൻ ദ്രോഹം ചെയ്യുമായിരുന്നുവല്ലോ. അച്ഛൻ വായിക്കുമ്പോൾ, അച്ഛൻ നിർത്തി വായിക്കുമ്പോൾ നിങ്ങൾ അതിന് ഉത്തരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. അത് കഴിയുമ്പോൾ വേദപുസ്തകം എല്ലാവരും അടച്ചു വയ്ക്കുന്നത്. പിന്നെ വേദപുസ്തകത്തിനകത്തായിരുന്നു ഓക്കെ, പിന്നെ ഞാൻ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കും. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അവൻ തൻ്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു, അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നതന് അറിവുണ്ടോ എന്ന് അവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ. അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു, പുഷിച്ചു തോറും ദണ്ഡിക്കപ്പെട്ടുമിരുന്നു. ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ, ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഞാൻ ഇങ്ങനെ സംസാരിക്കുവാൻ മുതിർന്നിരുന്നുവെങ്കിൽ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. നിങ്ങളത് ശ്രദ്ധ വെച്ച് കേട്ട് കാണുന്നതാണ് വിശ്വാസം. എവിടെയാണ് ആസഫിന്റെ കാൽ കയറിയത്? എന്തുകൊണ്ടാണ് ആസഫ് ഇങ്ങനെ നിലവിളിക്കാൻ കാര്യം? 2-3 കാര്യങ്ങളൊക്കെ ചെറിയ 2-3 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചു കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയെങ്കിലും പറയാം. എന്തുകൊണ്ടാണ് ആസഫ് ഇങ്ങനെ നിലവിളിക്കാൻ കാര്യം? നിങ്ങൾ പറയുന്നില്ലെങ്കിൽ ഞാനൊന്ന് പറയും, എല്ലാവരും വൃത്തി. ആസഫ് പറയുന്നു, എനിക്ക് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ആസഫിന്റെ ഒന്നാമത്തെ പ്രശ്നം ഇതാണ്.
എന്താണ്? ദുഷ്ടൻ ഇതാ തടിച്ചുരുണ്ടിരിക്കുന്നു. അവന് സുഖമാണ്, അവന് സമ്പത്തുണ്ട്, അവന് ആരോഗ്യമുണ്ട്, സുഖം. അവൻ വായ തുറന്നാൽ ഭള്ളേ പറയത്തുള്ളൂ. അവൻ വായ തുറന്നാൽ അച്ഛനെയും ഉപദേശിയും പള്ളി പോകുന്നവനെയും മുഴുവനും ഭള്ളു പറയുന്നവനാണ്, ഒരു ദൈവബോധമില്ലാത്ത. എന്നാൽ അവൻ തടിച്ചുരുണ്ടിരിക്കുന്നു. അവൻ സ്വസ്ഥത അനുഭവിക്കുന്നു. ഈ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. എന്നാൽ എനിക്കോ തന്നെ പറയും, ഉഷസ്സുതോറും ഞാൻ ധന്യപ്പെടുന്നു, ദിനംതോറും ഞാൻ ബാധിതനായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉഷസ്സുതോറും ധന്യപ്പെടുന്ന രോഗത്തിന്റെ പേരെന്താ? പ്രഷർ എന്നാണ്. ഇപ്പൊ അന്നാ പ്രഷറാന്ന് പേരെന്ന് അറിയാൻ മേലെ. എന്നാൽ അദ്ദേഹം പറയുന്നത്, എനിക്ക് ഉഷസ്സുതോറും ഞാൻ ധന്യപ്പെടുന്നു, ദിനംതോറും ഞാൻ ബാധിതനായി തീർന്നിരിക്കുന്നു. ബ്ലോക്ക് 3, പ്രൊഡക്ഷൻ, പഞ്ചസാര പ്രൊഡക്ഷൻ. ഞാൻ രോഗിയാണ്, ഞാൻ രോഗിയാണ്. ദുഷ്ടൻ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു, അവൻ സമ്പന്നനായിരിക്കുന്നു. അല്ലേ? ആരാണ് അവൻ? ഭള്ളു പറയുന്നവൻ, ദൈവമക്കളെ അപഹസിക്കുന്നവൻ, ദൈവത്തെ ഭയമില്ലാത്തവൻ. ദൈവത്തിന് അറിയോ എന്ന് പോലും ചോദിച്ചവനാണ് അവൻ. ഇത് കണ്ടപ്പോൾ എനിക്ക് അസൂയ തോന്നി. ഞാനത് വേറെ തെറ്റും പറയാം, അത് നിങ്ങളെന്നെ പറയണം. അതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ട്. ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞു, അല്ലേ, കൈകൾ നിർമ്മലതയിൽ കഴുകി ഹൃദയം കുറ്റമില്ലായ്മയിൽ സൂക്ഷിച്ച് ജീവിച്ചിട്ട് എനിക്ക് നിത്യം രോഗവും ഗതിയില്ലാതെ പോയത്. എന്നാൽ പള്ളിയിൽ കയറാത്തവൻ, ദൈവത്തെ ദുഷിക്കുന്നവൻ, ദൈവമക്കളെ ദുഷിക്കുന്നവൻ, ഭള്ളു പറയുന്നവൻ, അവനിതാ തടി ചുരുണ്ടിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമുണ്ടോ? തെറ്റാണ്, ശരിയാണ്. മറുപടി പറയാം. എൻ്റെ മുമ്പിലിരിക്കുന്ന സ്ക്വയറുകാരായിരിക്കും. നിങ്ങളെങ്കിലും പറയണം ഒരു മറുപടി. തെറ്റിന് തെറ്റിക്കോട്ടെ, എനിക്ക് ശരിയാണ്, ഈ ശരി തെറ്റാണ്. അതെന്താ തെറ്റ്? അതിനകത്ത് എന്താ തെറ്റ്? ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചവനാണ്, അല്ലേ? വായ തുറന്നാൽ എപ്പോഴും ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞവനാണ്. എന്നിട്ട് എനിക്ക് എന്നും രോഗം, ഒരു ഗതിയില്ല. സൈക്കിൾ പോലും വാങ്ങിക്കാൻ കിട്ടിയിട്ടില്ല. എൻ്റെ വീട് പണ്ടത്തെ അപ്പം തന്ന വീട് തന്ന് ഓട് മാടാൻ പോലും പറ്റിയിട്ടില്ല. ആകെ രോഗം. പള്ളി കയറാത്തവൻ അവൻ കാശുകാരനായി, ഭയങ്കര സുഖം. എല്ലാ വിലയുള്ള കാർ വാങ്ങി വിളിച്ചിട്ടാണ് അവനൊക്കെ തടി ചൂടുപിടിക്കുന്നു. നല്ല സുഖത്താണ്. അത് കണ്ടപ്പോൾ എനിക്ക് അസുഖം. എന്നതാ കുഴപ്പം? പിന്നെ എന്താ ചെയ്യണം? അതുകൂടെ പറയണ്ടേ? അസൂയ തെറ്റാണെന്ന് പറഞ്ഞു. പിന്നെ അയാൾ എന്ത് ചെയ്യണമായിരുന്നു? അതിനോട് പറയാം. ഞാൻ അവര് അത്ര ദൂരെ ആയിരിക്കുന്നവര് കേൾക്കാൻ വയ്യ, പറയുന്നത് കേൾക്കാൻ മേലാത്തതുകൊണ്ടാണ് നിങ്ങളോട് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ എനിക്ക് കേൾക്കാം. അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണമായിരുന്നു? നിങ്ങൾ പറഞ്ഞു, ആദ്യം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വാദം സമ്മതിക്കുന്നു, അസൂയ ഉണ്ടാകുന്നത് തെറ്റായി. പിന്നെ എന്ത് ചെയ്യണം? എനിക്ക് പനി പിടിച്ചതിനും എനിക്ക് നടക്കാൻ മേലാത്തതിനും പ്രഷർ തന്നതിനും ഹാർട്ടിന് കുഴപ്പമുണ്ടാക്കിയതിനും ഞാൻ നന്ദി പറയണം. ഉദ്ദേശിച്ച് പറയാനല്ലോ, ഉദ്ദേശിച്ചായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. എന്താ? അസൂയ പൂണ്ടത് തെറ്റായി. ഭക്തന് യോജിച്ചതല്ലെന്നേ ഇത്. ആണോ? അല്ല. എന്നാൽ അവൻ എന്ത് ചെയ്യണമായിരുന്നു? അവൻ പറയണം, എൻ്റെ കർത്താവേ, അവൻ ദൈവത്തെ വിളിക്കാത്തവനാണെങ്കിലും, അല്ലേ, ഭള്ളു പറയുന്നവനാണെങ്കിലും, ദൈവമക്കളെ ശപിക്കുന്നവനാണെങ്കിലും, എൻ്റെ കർത്താവേ, നീ അവന് സൗഖ്യം കൊടുത്തല്ലോ, അവന് സുഖം കൊടുത്തല്ലോ,
നന്നായി ജീവിക്കാനുള്ള സാഹചര്യത്തിൽ നൽകിയല്ലോ. അവനിത് നിന്റെ ദാനമാണെന്ന് ഓർക്കുന്നില്ലെങ്കിലും, നിന്റെ സന്നിധിയിൽ 1000 സ്തുതിസ്തോത്രം അർപ്പിക്കുവാൻ അവന് സാധിച്ചിട്ടില്ലെങ്കിലും, എൻ്റെ തമ്പുരാനെ, അവന് വേണ്ടി ഞാൻ നിന്നെ സ്തോത്രം പറയും. അതല്ലേ ഭക്തി? ആണോ? അതല്ലേ ഭക്തി? ആ കൂട്ടത്തിൽ പെട്ടതാണോ? ആ കൂട്ടത്തിൽ നാം പെട്ടതാണോ? നമുക്ക് അവന് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാനും അവന് വേണ്ടി ദൈവത്തെ സ്തുതിക്കാനും സ്തോത്രം ചെയ്യുവാനും സാധിക്കുന്നുണ്ടോ? ജീവിതം മുഴുവൻ കർത്താവിന്റെ വേലയിൽ സമർപ്പിക്കപ്പെട്ടവൻ, വായു തുറന്നാൽ ഹല്ലേലൂയ സ്തോത്രം പറയുന്നവൻ, കൈകൾ നിർമ്മലതയിൽ കഴിയവനും ഹൃദയം കുറ്റമില്ലായ്മ സൂക്ഷിച്ചവനും പറയുന്നു, എനിക്ക് ദുഷ്ടൻ കടിച്ചുരുളുന്നത് കണ്ടപ്പോൾ എനിക്ക് അസൂയ തോന്നി. എവിടെയാ കുഴപ്പം? മാറുന്നുണ്ട് നല്ലോണം അല്ലേ? എവിടെയോ കുഴപ്പം? വായ കൊണ്ട് ഹല്ലേലൂയ പറയുന്നതല്ലെന്നേ കർത്താവ് പറയുന്നു. എന്താണ് ഈ ഭക്തിയുടെ പേരെന്താണെന്നറിയാവോ? എന്താണ്? ഇതിന്റെ പേരാണ് കപടത. ഹല്ലേലൂയ സ്തോത്രം പറയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെന്നേ. മറ്റവന്റെ അയൽക്കാരന്റെ നന്മ കാണുമ്പോൾ, അവൻ ഉയർന്നു വരുന്നത് കാണുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവന് വേണ്ടി പറയുവാൻ തക്കവണ്ണം സാധിക്കാത്ത ഭക്തൻ കപടഭക്തനാണ്. അതുകൊണ്ടാണ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ഒന്നാമത്തെ, അയ്യോ ഞാൻ എൻ്റെ തലമുറയ്ക്ക് ഈ കപടത കൈമാറിയിരുന്നുവെങ്കിൽ, എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നുവല്ലോ. ഈ രണ്ടാമത്തെ കാര്യം. കൊയറിലിരുന്ന് ഭയങ്കര പാട്ടാ. ആരാ? അസഫി. എന്താ പാട്ട്? എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ യേശുവാണ് എൻ്റെ. അതിന്റെ അസം പറയാണ്, ദുഷ്ടനിതാ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. അവിടെ ഇരുന്ന് പാടുമ്പോൾ നോട്ടം കൊണ്ടാ വലിയ വരുന്നവന്റെ അവന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് റോളക്സ് ആണോ? അവന്റെ സാരിക്ക് എന്ത് വിലയുണ്ടാവും? ഞാനിവിടെ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞിട്ട് 2 സാരി വിഴുന്ന് മേടിക്കാൻ പറ്റുന്നു. എന്റെ ദുഷ്ടനിത സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ആരാണ് ഭാഗ്യവാൻ? ഇന്ന് നമ്മൾ ഭാഗ്യത്തെ കുറിച്ച് ഒരുപാട് പറയുന്നത്. ആരാണ് ഭാഗ്യവാൻ? എന്താന്ന് പറയുന്നത്? യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പിന്നെ ലംഘനം ക്ഷമിച്ചും ഭാവമറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. പിന്നെ ദുഷ്ടന്മാരുടെ ഞാൻ ചോദിച്ചത് നിങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ടില്ല എന്നുള്ളതാണ് എൻ്റെ കുഴപ്പം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചത് വേദപുസ്തകത്തിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നല്ല, നിങ്ങൾ ആരെയാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് പറഞ്ഞു വേദപുസ്തകം പറഞ്ഞു, അത് എനിക്കറിയാമോ. നിങ്ങൾ ആരെയാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്? ക്രിസ്തുവിന്റെ വഴി അന്വേഷിക്കുന്നു. പിന്നെ ക്രിസ്തുവിന്റെ വഴി അന്വേഷിക്കുന്നവരാണ് നമ്മുടെ പാർട്ടി. ഹല്ലേലൂയ സ്തോത്രം മാത്രമേ ഉള്ളൂ, വഴിയിൽ നടന്നതുമില്ല അല്ലേ? എന്നിട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് എന്റെ പാടുന്നതാണെങ്കിലും എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും. അവിടെ ഇരുന്നുകൊണ്ടാ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ ഭയങ്കര 500 അല്ല 5000 സാരി കൊടുത്തിട്ടാ വഴി വന്നിരുന്നത്. അവന്റെ കയ്യില് എന്താ ഡയമണ്ട് റിങ്ങാണെന്നാ തോന്നുന്നത്. ഇത് നോട്ട അവിടെ ഇവിടെ ഇരുന്ന് പാട്ടാ, ഭയങ്കര പാട്ടാ. എന്ത് പാടിയിട്ടുണ്ടാവണം? ആ സമൂഹത്തിനെ ദുഷ്ടനിത സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. നമ്മൾ ആരെയാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്? സാധാരണ പറയുന്നത് വായ്പുടി അടിച്ചാൽ ഭാഗ്യവാൻ എന്ന് വെച്ചാൽ പണം ഉണ്ടെങ്കിൽ ഭാഗ്യവാൻ. സമ്പത്തുള്ളവൻ ഭാഗ്യവാനും അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടിയ മനുഷ്യനാണ് ഭാഗ്യവാൻ. ഇപ്പോൾ നിങ്ങളത് പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് ഞാനങ്ങ് വിശ്വസിച്ചിട്ട് പറയുകയാണ്. ഒരു ഉപദേശം ഉണ്ടായിരുന്നു.
ഉപദേശി സ്വമേധ സുവിശേഷകനാണ്. ഉപദേശി എപ്പോഴും പ്രസംഗിക്കുന്നതാണ്. ലംഘനം ക്ഷമിച്ചും ഭാവം മറച്ചും കിട്ടുന്നതാണ് ഭാഗ്യം. ആരോടും യേശുവിനെ നീ കർത്താവ് രക്ഷിതാവായി സ്വീകരിക്കുക എങ്ങനെ പറയുന്നത്? എവിടെയും പൈസ മേടിച്ചിട്ട് പോകുന്ന ആളല്ല. സ്വമേധ സുവിശേഷം എവിടെ പോകണമെങ്കിൽ ഉപദേശി റെഡിയാണ്. ഉപദേശിക്ക് 2 മക്കളാണ്. മൂത്ത മകൻ റിസർവ് ബാങ്കിൽ ഓഫീസർ, രണ്ടാമത്തെ മകൻ ഡിഗ്രി മാസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും കമ്പ്യൂട്ടറോ അതൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, ജോലി. ഉപദേശിയുടെ വലിയ പ്രാർത്ഥനാ വിഷയമാണ് മകന് ജോലി. ഒരു ദിവസം ഉപദേശി കൂട്ടായ്മയൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്നപ്പോൾ മൂത്ത മകൻ പറഞ്ഞു, അപ്പച്ചൻ എപ്പോഴും പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എന്താണ്? ലംഘനം ക്ഷമിച്ചും ഭാവം മറച്ചും കിട്ടുന്നതാണ് ഭാഗ്യം. കർത്താവിന് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ വലിയ ഭാഗ്യം ഈ ലോകത്തില്ല. അവൻ പറഞ്ഞു, അപ്പച്ചൻ ഞാൻ ജോലി രാജിവെച്ചു. അപ്പച്ചൻ്റെ വേദപുസ്തകം ഞാനൊരു സുവിശേഷകനാണ്. അപ്പോഴത്തേക്ക് ഇളയവൻ ഓടി വന്നിച്ചു പറഞ്ഞു, അപ്പച്ചാ കുവൈറ്റ് പോകാനായിട്ട് വിസ കിട്ടി, ജോലി കിട്ടി, ഭയങ്കര ശ്രമം. നിങ്ങൾ ഏതൊരു സ്തോത്രമോ നെഞ്ചത്ത് കൈവച്ചാൽ പറയാം. മനസ്സിലായത്? നെഞ്ചത്ത് കൈവച്ചേ പറയാവൂ, അല്ലാണ്ട് വെറുതെ എന്നെ തലതൊഴിപ്പിക്കാൻ വേണ്ടി പറയണ്ട. നാം ഏതിന്റെ സ്തോത്രം പറയും? ഉപദേശിച്ച എൻ്റെ മോനെ നീ എന്നെ ചതിച്ചല്ലോടാ. നിന്റെ ധൈര്യത്തിലാണ് ഞാൻ ഈ പ്രസംഗം മുഴുവൻ പറഞ്ഞത്. കാരണം വീട്ടിൽ വരുമ്പോൾ കഞ്ഞി റെഡിയാണ്. കാരണം അവ ഓഫീസറായിരുന്നു. മറ്റേ ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വലിയ സ്തോത്രം. അയ്യോ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു, അവന് വലിയ ജോലി കിട്ടിയിരിക്കുന്നു, സ്തോത്രം സ്തോത്രം. 5 പ്രാവശ്യം സ്തോത്രം. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. ഏതായാലും എങ്ങനെ ക്ഷമിച്ചും ഭാവം മറച്ചും കിട്ടിയാണ് ഭാഗ്യം. കർത്താവിന്റെ അനുസരിച്ച് നമുക്ക് എന്തൊക്കെ വെറുതെ പറച്ചിലാവുള്ളൂ അല്ലെ? കാര്യത്തോടെ എടുക്കുമ്പോ ഒന്നുമില്ല. നമ്മളെല്ലാവരും സമ്പത്താണ് ഭാഗ്യമെന്ന് അറിഞ്ഞോ അറിയാതെയോ വിശ്വസിക്കുന്നവരാണ്. അല്ല എന്നൊക്കെ പറയാൻ ധൈര്യം ഉണ്ടെന്നേ ഉള്ളൂ, പറയുന്നു മാത്രമേ ഉള്ളൂ. അതിന് കാരണമുണ്ട്, വെറുതെ ഒന്നുമല്ല. കാരണം സമ്പന്നൻ മാനിക്കപ്പെടും, ദരിദ്രൻ അവഗണിക്കപ്പെടും. ശരിയാണോ? സമ്പന്നൻ മാനിക്കപ്പെടും. ആരുടെ കഴുത്തറുത്താലും അവൻ സമ്പന്നനായാൽ മതി എന്നുണ്ടാവും, മാനിക്കപ്പെടും. അവന് വ്യത്യാസനം കിട്ടും അല്ലേ? ശരിയല്ലേ? നമ്മളെന്നിട്ട് ഈ പുസ്തകത്തിന്റെ പുറകിൽ അടിച്ചിട്ടുണ്ട് 25 ലക്ഷം സുവിശേഷമായിരിക്കും, മറ്റതിന് വേണം 6 ലക്ഷം വേണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്നെ കൊണ്ട് എന്നെ കാണിക്കാനാ? അവനുണ്ട് ഈ 25 ലക്ഷമോ 6 ലക്ഷമോ ഒക്കെ കിട്ടണമെങ്കിൽ ആരുടെ അടുത്ത് പോകണം? ആരുടെ അടുത്ത് പോകണം? ഞാനവൻ്റെ അടുത്ത്, അല്ലാതെ പിന്നെ ആരുടെ അടുത്ത് പോയാലോ കിട്ടുക അല്ലേ? അപ്പൊ അവൻ മാനിക്കപ്പെടും, അല്ലാത്തവൻ അവഗണിക്കപ്പെടും. ഒരു പള്ളിയിൽ ഒരു ഇടാമത്തായി ഉണ്ട്. നിങ്ങൾക്ക് പരിചയം കാണും ഇടാമത്തായി. എല്ലാ പള്ളിയിലും ഉണ്ട് ഇടാമത്തായി. ഇടാമത്തായി വളരെ പാവത്താനാണ്, ഒരു ഗതിയില്ല, പുറമ്പോക്കില്ല താമസം. ഇത്തിരി ബുദ്ധിക്ക് കുറവുണ്ട്. ഈ ഇടാമത്തായി പള്ളി വന്നില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അറിയൂ? ആർക്ക് വേണം ഇടാമത്തായി അല്ലേ? മറിയാമ്മയെ ഭാര്യ, പുറമ്പോക്കില്ല താമസം, 8 പിള്ളേരുണ്ട്. ആർക്ക് വേണമെന്നേ? മത്തായി വന്നാലും വന്നില്ലെങ്കിൽ ആർക്ക് വേണം? അഥവാ മത്തായി വന്നാൽ മത്തായിയുടെ അടുത്തിരിക്കാൻ ആരുമില്ല. കാരണം ആരും കുപ്പായി വളർന്നേ നാറുന്നുണ്ട്. പിന്നെ പള്ളി കഴിയുമ്പോൾ മത്തായി എല്ലാവർക്കും മുമ്പിൽ കൈ നീട്ടും. അത് ഈ പിള്ളേർ നോക്കണ്ടേ? എടിയും അറിയാമല്ലോ മെടുക്കിയായിരുന്നു. ഏതാ അവിടെ 5-6 വീട്ടിലൊക്കെ പണിയെടുക്കും. ഒരു ദിവസം ഒരു വീട്ടിലാക്ക മിറ്റടിക്കും, മറ്റൊരു വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, മറ്റൊരു വീട്ടിലെ വീട് തുടയ്ക്കും. എല്ലാം കൂടെ കഴിച്ച് അവിടെ നിന്നൊക്കെ കിട്ടുന്ന എല്ലാം കൂടെ ഒപ്പിച്ച് ഈ പിള്ളേരെ പഠിപ്പിക്കുന്നു. നോക്കുന്നവർക്കും അറിയാമ. എടി മറിയാമ എന്തെങ്കിലും പള്ളിയിൽ പോയിട്ടുണ്ട്? എടി നീ ഞായറാഴ്ച ഒരു ജോലിക്ക് വേണ്ട, നീ പള്ളിയിൽ പോകും എന്ന് ആരെങ്കിലും കൊച്ചന്മാർ പറഞ്ഞിട്ടുണ്ട്? ഏത് കൊച്ചമ്മയ്ക്കാ പറഞ്ഞു? കൊച്ചമ്മ അങ്ങനെ ഉപദേശിച്ചിട്ട് പോകും. എടി ഞാൻ വരുന്നതിന് മുമ്പ് ഇത് അടിച്ചിട്ട് ശരിയാക്കി വരണം. കൊച്ചമ്മ നല്ലതായിട്ട് പള്ളിയിൽ വന്നത് വലിയ ഭക്തയായിട്ട് ഇരുന്ന് വലിയ സ്തോത്രം പറഞ്ഞു. മറിയാമയോട് പള്ളിയിലോട്ട് പോകണമെന്ന് പോലും ആരും പറഞ്ഞില്ല. പറയാൻ വരാനും നല്ല
വയ്യ. അവിടെ ഏതായാലും പിള്ളേര് മൂത്ത ബന്ധുത്ത് നല്ലോണം പഠിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ അവൾക്ക് മണ്ണെണ്ണ വിളക്കും തെരുവ് വിളക്കും ഒക്കെ വെച്ച് പഠിച്ചു. അവള് +2 ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ എനിക്ക് അച്ഛൻ ഉടനെ അവിടുത്തെ സേവ്യാ സംഘത്തെ വിളിച്ചു പറഞ്ഞു നമ്മുടെ എടി മറിയാമ്മയായിരുന്നു അവള് +2 ഡിസ്റ്റിങ്ഷൻ പാസ്സായി, എന്തെങ്കിലും നമ്മൾ ചെയ്യണം, അവളെ പഠിപ്പിക്കണം. അവരെന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചോണ്ട് കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ അമ്മച്ചിമാർ. അപ്പം എല്ലാവരും കൂടെ പറഞ്ഞു കൊടുത്ത എടി മറിയാമ്മയുടെ മോളെ എന്ത് ചെയ്തു, എന്നോട് വിളിച്ചു കറ്റാനത്തൊരു അഡ്മിഷൻ മേടിച്ച് തരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഉടനെ വിളിച്ച് പറഞ്ഞു അഡ്മിഷനൊക്കെ സംഘടിപ്പിച്ചു. അവൾ പാസ്സായി. ബോർഡ് കഴിഞ്ഞപ്പോൾ അവിടെ അന്ന് ബോംബെയിലോട്ട് പോയി കുറച്ച് ആളോട് പഠിപ്പിന് അത് കഴിഞ്ഞിട്ട് ദർശിക്കും. ഈ ചുരുക്കി പറഞ്ഞ എൻ്റെ 16 പേർ മക്കളും മരുമക്കളും എല്ലാം അമേരിക്കൻ ഭാഷ, എല്ലാവരും അമേരിക്കൻ ഭാഷ. ആദ്യത്തെ വരവിൽ എടി മറിയാമ്മയുടെ മോള് ഒരു 10 സെന്റ് സ്ഥലം മേടിച്ചിട്ട് മല്ലപ്പള്ളിയിൽ 10 സെന്റ് സ്ഥലം മേടിച്ചിട്ട് ഒരു സാമാന്യം ചെറിയൊരു വീടൊക്കെ വെച്ച് ഇവരെ പുറമ്പോക്കുന്ന അങ്ങോട്ട് താമസം മാറ്റി. ഇപ്പോൾ എങ്ങനെയാണ് സ്ഥിതി? മല്ലപ്പള്ളിയിലെ പ്രധാനപ്പെട്ട സ്ഥലം മുഴുവനും ആരുടേതാണ്? എടാമത്തായിയുടെ കയ്യിലാണ്. ആരെങ്കിലും വിളിക്കും എടാമത്തായി? ഇതിപ്പോ വിളിക്കൂ? ആര് വിളിക്കുന്നു? മത്തായിച്ചൻ അല്ലെങ്കിൽ മത്തായി സാറ്, അല്ലാതെ ആരും വിളിക്കും? ഇപ്പൊ എടാമത്തായി എന്ന് വല്ലവര് വിളിക്കും. ഇപ്പൊ ഫ്യൂജി സിൽക്കൊക്കെ ഇട്ട് കയ്യിൽ സ്വർണ്ണ വാച്ചും കഴുത്തില് ഭയങ്കര ഒക്കെ ഇട്ട് ഇങ്ങനെ ഒരു വടിയൊക്കെ കുത്തി, സ്വർണ്ണ വടിയൊക്കെ കുത്തി വരും. എടി മറിയാമ, എടി മറിയമ്മയ്ക്ക് എഴുതാൻ വായിക്കാൻ അറിയാമല്ല. എന്നാലും സ്വർണ്ണ കിട്ടിട്ട് ബൈബിളും കണ്ണാടി സ്വർണ്ണ കണ്ണാടിയൊക്കെ വെച്ച് അറിയാമെന്ന് കഴിയും. അപ്പം സേവ്യാ സംഘക്കാരെല്ലാം കൂടെ തീരുമാനിച്ചിട്ട് ബിഷപ്പിന് ഒരു അക്ക് കൊടുത്തു, ഞങ്ങളുടെ എടി മറിയാമ്മയെ ഞങ്ങളുടെ പ്രസിഡന്റ് ആക്കണം. പ്രസിഡന്റ് അച്ഛന്മാരാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പോലും തിരിച്ചെടുക്കണം. എനിക്ക് ആശിക്കില്ല. അതെ. അപ്പൊ പള്ളി ജനറൽ ബോഡി കൂടിയിട്ട് പറയും ഇവിടെ നമുക്ക് AC വെക്കണം. അവിടെ മത്തായിച്ചാൻ പറയും AC ഞാൻ തന്നില്ല. ഇപ്പോൾ മത്തായിച്ചൻ പള്ളി വന്നില്ലെങ്കിൽ അറിയൂ? അച്ഛനും അറിയും, ട്രസ്റ്റി അറിയും, എല്ലാവരും അറിയും. മത്തായി ഇപ്പൊ വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ്മാരും റിസൈൻ ചെയ്തേക്കല്ലേ? കാരണം മത്തായിച്ചന് കൊടുക്കാൻ പറ്റിയ പണി അത് മാത്രമേ ഉള്ളൂ. വേറെ എന്നെ പണി കൊടുക്കാൻ പറ്റും? സെക്രട്ടറി ആക്കാൻ പറ്റുമോ? അത് പണി എഴുതണ്ടേ? ട്രസ്റ്റി ആക്കാൻ പറ്റുമോ? ഇത് കണക്കെഴുതുന്ന അദ്ദേഹം തന്നെ പണിയാണ്. പിന്നെ മത്തായിച്ചന് ആ കൂടി കൊടുക്കാവുന്ന പണി വൈസ് പ്രസിഡന്റ്. അതേ വൈസ് പ്രസിഡന്റാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. മത്തായിച്ചൻ സ്ഥിരം സീറ്റുണ്ട്. നമ്മുടെ അച്ഛന്മാരിരിക്കുന്ന പോലെ ഒരു സീറ്റ്, രണ്ട് സീറ്റ്. അവിടെ കുരുത്തം കെട്ട പിള്ളേരാ രണ്ടു വന്ന് കയറിയിരുന്നു. ഞാൻ വെറുതെ മനഃപൂർവ്വം പറഞ്ഞ കുരുത്തം കെട്ടെന്ന് പറഞ്ഞു. അവിടെ കയറിയിരുന്നു. കാരണം മത്തായിച്ചനും പറയാമാമ്മച്ചിയും വന്നായിരിക്കുന്ന സ്ഥലം അല്ലേ? ആ പിള്ളേർ വന്ന് അവിടെ ഇരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവരെ എഴുതി ഉടനെ എഴുതിയ മത്തായിച്ചാന്റെ സ്ഥലമാണ് സീറ്റ്. മത്തായിച്ചാന്റെ ഇപ്പോഴും മണ്ടൻ മത്തായി തന്നെയാണ്. മണ്ടൻ മത്തായി ഇത്തിരി കുറവാകും, ഇപ്പോഴും കുറവാകും. എന്താ വ്യത്യാസം? പണമുണ്ട്, അതിലേ ഉള്ളൂ. ഇപ്പൊ മുൻപന്തിയിൽ സീറ്റുണ്ടെന്നേ. ഇതൊക്കെ നടക്കുന്ന കാര്യം ഞാൻ പറയുന്നത്, അല്ലാണ്ട് വെറുതെ ഇല്ലാത്ത കാര്യമല്ല പറയുന്നത്, അല്ലേ? മുൻപന്തിയിൽ സീറ്റുണ്ട്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. അന്ന് പാവമായിരുന്നു, പുറമ്പോക്കിലായിരുന്നു താമസം. ഇന്ന് ഇഷ്ടംപോലെ എന്തുണ്ട്? പണമുണ്ട്. ശരിയല്ലേ? സമ്പത്തുള്ളവർ മാനിക്കപ്പെടുന്നു, ദരിദ്രർ അവഗണിക്കപ്പെടുന്നു. സത്യമാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് ആരുടെ കഴുത്തർത്താലും സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. സമ്പത്തുള്ളവനെ മാന്യതയുള്ളൂ. നിങ്ങൾ എത്ര ഭക്തനായാലും, എത്ര നല്ല സ്വഭാവ ശ്രേഷ്ഠതയുള്ളവനായാലും ഒരു സ്ഥാനവുമില്ല, സമൂഹത്തിലുമില്ല, പള്ളിയിലുമില്ല, സഭയിലുമില്ല. ആർക്ക് കിട്ടും?
സമ്പത്തുള്ളവരുണ്ട്. അത് തന്നെയാണ് ഇയാൾ പറഞ്ഞത്. ആര് പറഞ്ഞു? ഇനി നമ്മൾ വേറെ വ്യക്തി പറഞ്ഞാലേ വേറെ വ്യക്തി ഈ അതുകൊണ്ടാണ് ആസഫ് ഇങ്ങനെ പറയാനിടയായിത്തീരുന്നത്. എന്ത് സമ്പന്നനായിത്തീരാൻ സാധിക്കുന്നില്ലെന്നുള്ള നിലവിളിയാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നാം കാണുന്നത്. ദുഷ്ടനിത സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു, ദുഷ്ടനിത സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. അല്ലേ? ശരിയല്ലേ? അതിവിടെ ഇരിക്കപ്പുറത്തിയില്ലെന്നേ അദ്ദേഹത്തിന്. എന്നിട്ട് പറയുന്നു, ദേവനോട് എൻ്റെ കൈ അടുത്ത അതിനേക്കാക്കട്ടെ. അടുത്ത് പറയാണ്, ഞാൻ എൻ്റെ കൈകൾ നിർമ്മലതയിൽ കഴിയതും ഹൃദയം കുറ്റമില്ലായെങ്കിൽ സൂക്ഷിച്ചതും വ്യർത്ഥമായി പോയി. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ എൻ്റെ കൈകൾ നിർമ്മലതയിൽ കഴിയതും എൻ്റെ ഹൃദയം കുറ്റമില്ലായെങ്കിൽ സൂക്ഷിച്ചതും വ്യർത്ഥമായി പോയി. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? വേണ്ടായിരുന്നു ഞാൻ ഈ ദുശേഷമെന്ന് പറഞ്ഞിട്ട് നടക്കുന്നതിനേക്കാൾ അവനെ പോലെ ബള്ളു പറഞ്ഞ് നടന്നിരുന്നെങ്കിൽ ഞാനും തടിച്ചുരുളുമായിരുന്നു, ഞാനും സമ്പന്നനാകുമായിരുന്നു, എനിക്കും നല്ല ബംഗ്ലാവ് വെക്കാമായിരുന്നു. അല്ലേ? അല്ലേ പറഞ്ഞു? ഭയങ്കരം അല്ലേ? ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. കൃത്യമായി മനസ്സിലാക്കുന്ന ഭാഗ്യം എന്താണ് യഥാർത്ഥം? ഞാൻ ഇത് പിന്നീട് പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ ഭാഗ്യം? വേദപുസ്തകം ഭാഗ്യത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? എന്താണ് വേദപുസ്തകത്തിൽ ഭാഗ്യത്തെ കുറിച്ച് പറയുന്നത്? വേദപുസ്തകം പഴയ നിയമത്തിൽ ഭാഗ്യം സമ്പത്തിനോട് ബന്ധപ്പെട്ടാണ്. ദൈവത്തിന്റെ അനുഗ്രഹം. ഇയ്യോബിനെ ദൈവം ഇരട്ടിയായി അനുഗ്രഹിച്ചു, അല്ലെ? അബ്രഹാമിനെ അനുഗ്രഹിച്ചു, യാക്കോബിനെ അനുഗ്രഹിച്ചു. എല്ലാം സമ്പത്തിനോട് ബന്ധപ്പെട്ട അനുഗ്രഹം. എന്നാൽ പ്രവാചക പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ സ്വല്പം വ്യത്യാസമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തകടം അറിയാണ് ഭാഗ്യത്തെക്കുറിച്ചുള്ള വർണ്ണന. നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ മറിയയാണ് ഏറ്റവും നല്ല ഉദാഹരണം, അല്ലെ? ഗർഭിണിയായ മറിയ എലിസബത്തിനെ കാണാൻ പോയി. ഗർഭിണിയായ എലിസബത്തിനെ കാണാൻ പോയി. എലിസബത്ത് പറഞ്ഞു, മറിയയെ നീ ഭാഗ്യവതി, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു? പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി മറിയ പറഞ്ഞു, മറിയയെ നീ ഭാഗ്യവതി. അപ്പോൾ മറിയ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ട് പാട്ടുപാടി, അതേ ഞാനാണ് ഭാഗ്യവതി, തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തി. ശരിയല്ലേ? നമ്മളെല്ലാവരും മറിയെ പോലെ ഭാഗ്യവതി സ്ത്രീ ലോകത്തിനുണ്ടോ? ഇല്ല. നമ്മളെല്ലാവരും ഒരുപോലെ പറയുന്നു, മറിയെ പോലെ ഭാഗ്യവതിയായ സ്ത്രീ ലോകത്തിലില്ല. നമ്മളും പറയുന്നു. എന്നാൽ മറിയ ഏത് കണക്കിനാണ് ഭാഗ്യവതി? ഒരു വെറും പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു, അല്ലേ? അതാണ് ജനിച്ചത്. ഒരു ഗതിയില്ലാത്തവനെ കൊണ്ട് കെട്ടിച്ചു. ആശാരിപ്പണിക്കാരനായതുകൊണ്ടല്ല. പിന്നെന്താ? യേശുവിനെ കൊണ്ട് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ യാഗമായി അർപ്പിച്ചത് എന്താണ്? ആട്ടിൻകുട്ടിയെ യാഗമായി അർപ്പിക്കേണ്ടതായിരുന്നു, അല്ലേ? ഇങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നു. കൊണ്ടുപോയത് എന്താ? 2 പ്രാക്കുട്ടികളെ, കുറുപ്രാവുകളെ. ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് പ്രൊവിഷൻ ഫോർ പുവർ പീപ്പിൾ. ആട്ടിൻകുട്ടിയെ യാഗമായി അർപ്പിക്കാൻ പോലും ഗതിയില്ലാത്തവൻ, അല്ലേ? നിങ്ങളുടെ മക്കളെ ആരെങ്കിലും നിങ്ങളെ തന്നെ അനുസരിച്ചോ ഒരു പാവപ്പെട്ട ഗതിയില്ലാത്തവനോട് കേട്ടിച്ച് ആരെങ്കിലും പറയും ഭാഗ്യവതിയാണ്? അവനെ എത്ര സ്വഭാവശ്രേഷ്ഠത ഉള്ളവനാണെങ്കിൽ ആരെങ്കിലും പറയും. എന്നാലും അവളെ നിനക്ക് ഈ ഗതി വന്നല്ലോ. പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ ഏത് പാവപ്പെട്ട സ്ത്രീക്കും കിട്ടുന്നതാണ് റെസ്റ്റ്, അല്ലേ? ശരിയല്ലേ? ഏത് പാവപ്പെട്ട സ്ത്രീക്കും അവരുടെ അവകാശമാണ്. അത് ഡിനേ ചെയ്തു. കിട്ടിയോ? നസ്രയത്തിൽ നിന്ന് ബേത്ലഹേം വരെയുള്ള യാത്ര നിങ്ങൾ ചിന്തിച്ചോളൂ. ഇന്ന് വഴിയും ഒക്കെ ഉണ്ടായിട്ട് കാറിൽ പോകണമെങ്കിൽ 2.5 മണിക്കൂർ. അന്നത്തെ സ്ഥിതി നിങ്ങളെന്ന് ആലോചിച്ചു. പ്രസവം ഏത് പാവപ്പെട്ട സ്ത്രീക്ക് ഒരു രഹസ്യ പ്രസവം കിട്ടും? കിട്ടിയോ? എവിടെയാണ് യേശു ജനിച്ചതെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. യേശു കുഞ്ഞിനെ കിടത്താൻ പോയി ഒരു സത്രം പോലും കിട്ടി, മുറി പോലും കിട്ടിയില്ല. ഒരു ഗതിയില്ലാണ്ടാണ് പശുത്തൊഴുത്തി കൊണ്ട് കിടത്തി, അല്ലേ? ഇങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്?
ഏത് പാവപ്പെട്ട സ്ത്രീക്ക് കിട്ടുന്നതല്ലേ? എവിടെ പ്രസവിച്ചു എനിക്കറിഞ്ഞൂടാ. വേദപുസ്തകത്തിനകത്ത് എവിടെയാണ് പ്രസവിച്ചെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ പാട്ട് പാടുമ്പോൾ വെറുതെ അതൊക്കെ പാടുന്നെന്ന് മാത്രമേ ഉള്ളൂ. ചൂണിന് വേണ്ടി അങ്ങ് പാടുക എന്ന് മാത്രമേ ഉള്ളൂ. വേദപുസ്തകത്തിനകത്ത് എവിടെ പ്രസവിച്ചെന്ന് പറയും. കുട്ടിയെ എവിടെ കിടത്തിയെന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ആ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്ന എവിടെയാണ്? പശുക്കൾ, ഓപ്പൺ മേഞ്ചർ അല്ലേ? തണുപ്പുള്ള രാത്രിയിലാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ യേശു ജനിച്ച മിഡിൽ ഈസ്റ്റിലെ തണുപ്പ്, മിഡിൽ ഈസ്റ്റിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. ഈ ഡിസംബർ മാസമൊക്കെ സൂചി കുത്തി തുളയ്ക്കുന്ന വിധത്തിലുള്ള തണുപ്പ്. ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഓപ്പൺ മേഞ്ചറിൽ കിടത്തിയിരിക്കുക. വേദവസനത്തിയുടെ തുണി കൊണ്ട് പൊതിഞ്ഞു, അത്രേ ഉള്ളൂ. ആ കൊച്ചിനെ പതപ്പിക്കുവാൻ ഒരു ഫ്ലാനലിന്റെ കഷ്ണം പോലും കിട്ടിയില്ലെന്നേ. ഡിനേ ചെയ്തു, ഇല്ലായിരുന്നു. ആ കൊച്ചിനെ വിറയ്ക്കുന്നത് നിങ്ങൾ മനസ്സിൽ കണ്ടോ? എൻ്റെ ദൈവമേ, ഞാൻ പറയുമ്പോൾ അമ്മമാരുടെ ഹൃദയം പിടയ്ക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം അല്ലേ? അങ്ങനെ സ്വന്തം കുഞ്ഞ്, ആ കുഞ്ഞിനെ പതപ്പിക്കുവാൻ ഒരു കഷ്ണം, കമ്പിളി കഷ്ണം പോലും കിട്ടാതെ ആ കുഞ്ഞ് കിടന്നിങ്ങനെ പിടയ്ക്കുന്നത് കാണുമ്പോൾ അമ്മ പറഞ്ഞു കാണുന്നതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ തമ്പുരാനെ, നിന്റെ വാക്ക് ഞാൻ വിശ്വസിച്ചു എന്നല്ലാതെ, ഞാൻ അനുസരിച്ചു എന്നല്ലാതെ ഞാനെന്ത് തെറ്റ് ചെയ്തു? പാവം കുഞ്ഞിനെ പൊതപ്പിക്കാൻ ഒരു ഫ്ലാനലിന്റെ കഷ്ണം പോലും ഇല്ലല്ലോ. രണ്ടാമത്തെ വയസ്സിൽ ജീവനും കൊണ്ടോടി. ആൻഡ് ഹി വാസ് എ റെഫ്യൂജി ഇൻ ഈജിപ്റ്റ്. ജോസഫ് കൂടെ ഉണ്ടായിരുന്ന സന്തോഷം. എത്ര വർഷം അവിടെ താമസിച്ചു എനിക്ക് നിശ്ചയം. 12ാമത്തെ വയസ്സിൽ കുഞ്ഞ് കഴിയുന്നു അല്ലേ? 30ാമത്തെ വയസ്സിൽ യേശു പ്രസംഗം ആരംഭിച്ചപ്പോൾ യേശുവിന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് അബ്രഹാം പിതാവായിട്ടുണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടിയോ? യേശുവിന്റെ മുഖത്ത് നോക്കി പറയാണ്, എടാ പിഴച്ച സന്തതി. അതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? ഞങ്ങൾ ജാരസന്തതികളല്ല, നിന്റെ അമ്മ നിന്നെ പിഴച്ചു പെറ്റതാടാന്നാ പറഞ്ഞ. മുഖത്ത് നോക്കി 30ാമത്തെ വയസ്സിലെ ഞങ്ങൾക്ക് അഡ്രസ് ഉണ്ട്, ഞങ്ങളുടെ അപ്പന്റെ പേരൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിന്റെ അപ്പനാരടാന്നാ ചോദിച്ചത് അല്ലേ? അതല്ലേ ചോദിച്ചത്? 30 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി ചോദിച്ചാൽ ആ പാവം മേരിയെ പൊറപ്പിച്ചു കാണുമോ? അന്നത്തെ ഗ്രാമം എന്ന് പറയുന്നത് എവിടെ കുറച്ച് വെള്ളമുണ്ടോ അവിടെ 10-200 എല്ലാവർക്കും എല്ലാവരെയും അറിയാം. മേരിയെ പൊറപ്പി 30 വർഷം കഴിഞ്ഞിട്ടും പറഞ്ഞുകൊണ്ട് നടക്കുക, നീ പഴിച്ചു പറ്റാളാണ്, നീ പഴിച്ചു പറ്റാടി പറ്റാടി. എന്തൊരു കഷ്ടം അല്ലേ? എന്തൊരു അവഹേളന സഹിച്ചു അമ്മ. അതും പൊക്കോട്ടെ. 33 വയസ്സിൽ ഹേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ കണ്ടു നിൽക്കുക അമ്മ. യേശു കർത്താവിന്റെ തലേദിവസത്തെ കഷ്ടപ്പാട് മുഴുവനും അമ്മ കണ്ടുവന്ന് എനിക്ക് അറിഞ്ഞൂടാ, വേദനകത്ത് പറഞ്ഞിട്ടില്ല. എന്നാൽ കുരിശിൽ യേശു കിടക്കുമ്പോൾ യേശുവിന്റെ അമ്മ കുരിശിന് താഴെയുണ്ട്. രക്തം ഇറ്റിറ്റ് വീഴുമ്പോൾ അമ്മ അത് അവിടെയുണ്ട്. അവസാനത്തെ ശ്വാസം വലിക്കുമ്പോൾ അമ്മ അവിടെയുണ്ട്. നമ്മുടെ കുട്ടിയൊന്ന് ഓടിയിട്ട് ആ കൊച്ചിന്റെ കയ്യിലൊരു സ്വല്പം തോല് പോയാൽ അമ്മമാർ കാണിക്കുന്ന വെപ്രാളം, അതാണ് അമ്മ. അവരും അമ്മയല്ലേ? എന്നിട്ട് നമ്മൾ പറയാം, മേരിയെ പോലെ ഭാഗ്യവതി ആരുമില്ല. എപ്പോഴും പറഞ്ഞുകൊണ്ട് കിടക്കുക നമ്മള്. ഏത് കണക്കിനാണ് മേരി ഭാഗ്യവതിയായത്? തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് സമ്പത്തിനോട് ബന്ധപ്പെട്ടല്ലെന്നേ ഭാഗ്യം നിശ്ചയിക്കേണ്ടത്, അല്ലെന്ന് തന്നെയാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. തിരുവചനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതാണ്. സമ്പത്തിനോട് ബന്ധപ്പെട്ടോ സുഖസൗകര്യങ്ങളോട് ബന്ധപ്പെട്ടോ സ്ഥാനമാനങ്ങളോട് ബന്ധപ്പെട്ടോ അല്ല ഭാഗ്യം. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുവാൻ നീ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യു ആർ ദ മോസ്റ്റ് ബ്ലെസ്ഡ് പേഴ്സൺ. അതാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. നമ്മൾ വിചാരിക്കും അതൊക്കെ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് കിടക്കും, കാര്യം നടക്കണമെങ്കിൽ ഇതുകൊണ്ട് ശരി, കാര്യമില്ലാണ്ട് വലിയ കാര്യം നടക്കും. ഞാൻ പറഞ്ഞത് പണമുണ്ടാകുന്നത് പാപമാണെന്നല്ല, പണമുണ്ടാകുന്നതാണ് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ മാനദണ്ഡമെന്ന് കണക്കാക്കുന്നവൻ മഹാഭാവിയാണ്. നമ്മുടെ സാക്ഷിയോധനക്ക് ഇതൊക്കെ പറയുന്നു. എനിക്ക് പ്രശ്നമായിരുന്നു, സമ്പത്തില്ലായിരുന്നു, വീടില്ലായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, തമ്പുരാൻ എനിക്ക് വീട് തന്നു, ഹല്ലേലൂയ സ്തോത്രം.
ഇതെന്തൊരു സാക്ഷിയാണ്. സാധാരണ സ്വതന്ത്രം പറയുന്നത് തെറ്റെന്നാണെന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും അത് കേട്ടിരിക്കുന്നവർ വിചാരിക്കും ഈ സമ്പത്തുണ്ടാകുന്നതാണ് ഭാഗ്യം. വേദപുസ്തകം പഠിപ്പിക്കുന്നത് തിരിച്ചറിയും. ഇതല്ല, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നതാണ് ഭാഗ്യം. അതുകൊണ്ടാണ് ഈ ആസഫ് നെഞ്ചത്തടിക്കുന്നത്. അയ്യോ കർത്താവേ, ഞാനിത് പാടേണ്ട സമയത്ത് ദൈവമേ എൻ്റെ സമ്പത്ത് യേശുവാണെന്ന് ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദുഷ്ടൻ സമ്പന്നനായി തീരുന്നത് കണ്ടപ്പോൾ എൻ്റെ ദൈവമേ എന്നെ അസ്വസ്ഥനാക്കിയല്ലോ. ഇത് ഞാൻ എൻ്റെ തലമുറയ്ക്ക് കൈമാറിയിരുന്നുവെങ്കിൽ, ഈ തെറ്റായ മൂല്യം ഞാൻ എൻ്റെ തലമുറയ്ക്ക് കൈമാറിയിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ തലമുറകളോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഞാൻ ഇടയ്ക്ക് വിട്ടുപോയതുകൊണ്ടാണ് ഈ കാര്യം പറയാൻ ശ്രമിച്ചത്. ഇവൾ വീണ്ടും പിന്നെ പറയുന്നു, എൻ്റെ കൈകൾ നിർമ്മലതയിൽ കഴിയതും ഹൃദയം കുറ്റമില്ലായ്മയിൽ സൂക്ഷിച്ചതും വ്യർത്ഥമായി വേണ്ടായിരുന്നു. ഈ പണിക്ക് പോകണ്ടായിരുന്നു. അതിനു പകരം അവനെ പോലെ കണ്ണു പറഞ്ഞ് ദൈവത്തെ തള്ളി പറഞ്ഞ് നടന്നിരുന്നുവെങ്കിൽ ഞാനും തടിച്ചുരുളുമായിരുന്നു, ആരോഗ്യവാനായി ജീവിക്കുമായിരുന്നു, ഞാൻ സമ്പന്നനാകുമായിരുന്നു. നാം ദൈവത്തെ ആരാധിക്കുന്നത് എന്തിന്? നാം പള്ളി പോകുന്നത് എന്തിനാണ്? ഉപവസിക്കുന്നത് എന്തിനാണ്? അനുഗ്രഹം പറയിക്കണം. എന്നാ അനുഗ്രഹം? രോഗം മാറണം, വീട് വയ്ക്കണം. അതവിടെ കുഴപ്പം. ദൈവത്തെ നാം ആരാധിക്കേണ്ടത് എന്തിന്? ദൈവം ആരാധനയ്ക്ക് യോഗ്യനായത് കൊണ്ട് തന്നെ അവനെ ആരാധിക്കണം, അല്ലാണ്ട് കാര്യങ്ങൾ നടത്താൻ. നാം ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം ദൈവമായതുകൊണ്ടാണോ കാര്യസാധ്യത്തിന് വേണ്ടിയാണോ? ഭയങ്കര ബുദ്ധിമുട്ടാണ് മറുപടി പറയണമെന്ന് എനിക്കറിയാം. ദൈവം ദൈവമായതുകൊണ്ടാണോ കാര്യസാധ്യത്തിന് വേണ്ടിയാണോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാം അധിക പങ്കാളുകളും ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം ദൈവമായതുകൊണ്ടല്ല, കാര്യസാധ്യത. എന്ത് കിട്ടും? ഏതാണ്ട് മുച്ചുകുട്ടികളിൽ പാടിയാണ്. ഏതാണ്ട് അടുത്ത കാലത്ത് മാഗസിൻ വായിച്ചു. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി 1000 രൂപ കൊടുത്തു, അടുത്ത മാസം എനിക്ക് ശമ്പള വർധനവ് 5000 രൂപ ശമ്പള വർധനവ്. ദൈവം ആർക്കും കടക്കാരനായിരുന്നില്ല, കൊടുത്തു നോക്ക്. ഇത് വായിക്കുമ്പോൾ എന്താ തോന്നും? ഭയങ്കര ബിസിനസ് ആയിരുന്നു. എന്ത് എളുപ്പമണി! 1000 കൊടുത്താൽ എത്ര കിട്ടും? 5000. 5. അത് ഒരു പ്രാവശ്യമല്ല, നമ്മളെ വർദ്ധന പിന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ഏതാണ്ട് മുച്ചിട്ട് കളിയാന്നാ വിചാരം. എന്താ 5 വെച്ചാൽ 10 കിട്ടും, 10 വെച്ചാൽ 100 കിട്ടും, 1000 രാജ 1000. ഞാൻ ഈ പണിക്ക് പോയതാണ്. ഇത് മുച്ചുകെട്ട് കളിയല്ല. നാം ദൈവത്തിന് കൊടുക്കുന്നത് എല്ലാം അവൻ്റെതായത് കൊണ്ടാണ്. നമ്മുടെ എല്ലാത്തിൻ്റെ കാര്യവിചാരകത്വമുള്ളൂ, നമ്മുടെ ഉടമസ്ഥാവകാശം ഇല്ല. ദൈവമാണ് സകലത്തിൻ്റെയും ഉടയവൻ. നാം കൊടുക്കുന്നത് കിട്ടുവാൻ വേണ്ടിയല്ല. ഇനി ഞങ്ങളൊക്കെ പണം പിരിവിനൊക്കെ വരുമ്പോൾ പറയാം, അമർത്തി കുലുക്കി കിട്ടും, കൊട എന്നൊക്കെ പറയും. എന്നാലും ഇതിലൂടെ ഇറങ്ങുള്ളൂ, അതുകൊണ്ടൊക്കെ പറയുന്നതായിരിക്കും. അല്ലേ? ഈ മുച്ചിട്ട് പോയി വരെ കൂടുതൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ പറയുന്നു. ദൈവം ദൈവമായതുകൊണ്ടായിരിക്കണം. അല്ലേ? ഇന്ന് മാനുഷിക ബന്ധങ്ങൾ പോലും എന്ത് കിട്ടുമെന്നതിനെ ആശ്രയിച്ചാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കും. മാനുഷിക ബന്ധങ്ങൾ പോലും എന്ത് കിട്ടുമെന്നതിനെ ആശ്രയിച്ചാണ്. അപ്പനും അമ്മയ്ക്കും മക്കളോടുള്ള സ്നേഹവും മക്കൾക്ക് അപ്പനോടും അമ്മയോടുമുള്ള സ്നേഹവും എന്ത് കിട്ടുമെന്നതിനെ ആശ്രയിച്ചാണ്. അവർ ആരാണ് എന്ന് കരുതിക്കൊണ്ടല്ല. നിങ്ങൾ പറഞ്ഞു ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾക്ക് എല്ലാവരും തുല്യരാണ്. വെറും കള്ളത്തരം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയും. ഒരാൾക്ക് 3 മക്കൾ. ഒരാൾക്ക് നിങ്ങളെ കൊടുക്കപ്പെട്ടത്
ഞാൻ വിചാരിച്ചോ ആരും. അതിന് 3 ആൺപിള്ളേരാണ്. മൂത്തവൻ അമേരിക്ക, രണ്ടാമത്തവൻ പേർഷ്യ, മൂന്നാമത്തവൻ എവിടെയും പോയില്ല. അപ്പനും അമ്മയും നോക്കി ഇവിടെ ഇരുന്ന് വാദ്യായിരുന്നു. ഇതിലേത് മോനോടാ പ്രിയ? മടി കൂടാതെ പറഞ്ഞോ. മൂത്തവനോട്, അമേരിക്കക്കാരനോടാ പ്രിയം. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ 2 വർഷം കൂടുമ്പോഴേ വരുള്ളൂ. പെട്ടിയൊക്കെ വെച്ച് വീട്ടിലിവിടെ വന്നാൽ അപ്പൻ റിഫ്യൂജി സിൽക്കിൻ്റെ ഇതുകൊണ്ട് അമ്മയ്ക്കൊരു കശവ് സാരിയൊക്കെ മേടിച്ച് കൊടുക്കും. അത് കൊടുക്കുമ്പോൾ ഇങ്ങനെ കരുക്കുന്ന സൂത്രമൊക്കെ അടിക്കാൻ കൊടുക്കും. അപ്പോൾ അമ്മായിമ്മ അവളെ കുറിച്ച് കെട്ടിയൊന്ന് ഉമ്മ വരും. അവളും അങ്ങനെ അമേരിക്കൻ സ്റ്റൈലിൽ ഒരൊറ്റ ഉമ്മ. ഇവിടെയൊക്കെ ചുമന്ന സൂത്രം പിടിക്കും. കാരണം ഇതൊക്കെ ജാക്കറ്റല്ലേ വരണേ, അപ്പോഴേ അത് വരണുള്ളൂ. അപ്പോൾ എന്നിട്ട് അമ്മയുടെ കയ്യിൽ പോകാൻ നേരത്തെ ഇത്തിരി 2 ദിവസം നിൽക്കുകയുള്ളൂ. പോകാൻ നേരത്തെ ഇത്തിരി ഡോളറൊക്കെ വെച്ചോ. അമ്മ സേവ്യാസംഗത്തിൽ പറയും, മാലാക പോലത്തെ മരുന്ന് 2 ദിവസമേ ഉള്ളൂ. കൈക്ക് കാറ്റെടുക്കുന്നൊക്കെയാലും വെപ്പം. അല്ലാതെ രണ്ടാമത്തെ പറ്റിയിട്ടായിരുന്നു. അവന് കോട്ടയത്ത് വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി അവിടെ പെട്ടിയൊക്കെ അവിടെ വെച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് മഹാലക്ഷ്മിയോടെ പേര് സാരി അവിടുന്ന് കടക്ക് മേടിച്ച് കൊടുത്തിട്ട് അമ്മയ്ക്ക് അപ്പനും കൊടുക്കും. സുഖം കിട്ടും. 2 ദിവസം അവിടെ താമസിച്ച് അപ്പം ഞാൻ കടക്ക് പോകാൻ നേരത്തെ അവളോട് അത്ര കുഴപ്പമില്ല. അപ്പം ഈ അമേരിക്കൻ സ്റ്റൈലിൽ ഉമ്മൊക്കെയാണ് അറിയാം. മറ്റുള്ളതാണെങ്കിൽ അമേരിക്കയ്ക്ക് പോവാൻ പേർഷ്യയ്ക്കും പോകാനുള്ള സാധ്യത ഉണ്ടായിട്ട് പോണ്ട. ഈ അപ്പച്ചനും അമ്മച്ചിക്കും പ്രായമായി വരിക, നമുക്കിവിടെ ഇരിക്കാം, നമുക്കിവിടെ താമസിക്കാമെന്ന് പറഞ്ഞ മകൻ പറഞ്ഞ് അവിടെ താമസിക്കുകയാണ്. അമ്മയ്ക്ക് കാലിന് വേനെടുക്കുമ്പോഴത്തേക്കും ചൂടുവെള്ളം കൊടുക്കുന്നു, പിന്നെ പാൽക്കഞ്ഞി വെച്ച് കൊടുക്കുന്നു, അവിടെ തടവുന്നു. ഇതെല്ലാം ചെയ്താലും അമ്മ സേവ്യാസംഗത്തിൽ ഒരു മൂതേ വീട്ടിലുണ്ട്. ചെറിയ പെണ്ണുങ്ങളൊക്കെ ചിരിക്കുന്നുണ്ട്. തിരുമേനി പറഞ്ഞു കൊടുക്ക, കേൾക്കട്ടെ അമ്മായി, ഒന്ന് മാനസാന്തരപ്പെട്ടു. എന്റെ കർത്താവ് ഞങ്ങളുടെ വീട്ടിൽ നടക്കുമ്പോൾ തിരുമേനി എങ്ങനെ അറിയാം? പെണ്ണും കെട്ടിയതല്ല, കുടുംബമില്ല, ഇങ്ങേർക്ക് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാലോ. അതൊന്നും ഈ പെണ്ണൊന്നും കേട്ടണ്ട, ഇത് കണ്ണു തുറന്നാൽ മാത്രമാണ് എല്ലാം. അപ്പം ഏത് മക്കളോടാ പ്രിയം? എന്ത് കിട്ടുമെന്ന് എന്നെ ആശ്രയിച്ചു. ഇനി നേരെ തിരിച്ചു കിട്ടും. അപ്പോൾ അപ്പനും അമ്മയും വീട്ടിലാണല്ലോ. അപ്പനും അമ്മയും മൊത്തം കടയിൽ വന്നുണ്ട്. അങ്ങനെ 50ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഞാൻ വിചാരിച്ചു കേമായിട്ട് നടത്തണം. വല്ലപ്പള്ളിയിലുള്ള സകല മഹാനച്ചന്മാരെയും വിളിക്കണം, ദൈവജനത്തെ വിളിക്കണം, ആശ്രയെയും പൈസ കൊടുക്കണം. അതെല്ലാം കൊടുത്ത് പൈസ കൊടുത്താൽ അവിടെ സദ്യ നടത്തണം. കാലത്ത് എത്ര പോലീതായെ വിളിപ്പിച്ച് കുർബാന ചെയ്യണം. അത് കഴിഞ്ഞ് ഭയങ്കര സദ്യ, എല്ലാം ഭയങ്കര വീട്ടിൽ എല്ലാവരും മക്കൾക്ക് എഴുതി. മൂത്തോൻ എഴുതി, മോനെ ഞാൻ ഞങ്ങളുടെ 50ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ കുടുംബമായിട്ട് വരണം. അവൻ ഉടനെ എഴുതി, അച്ഛായ ഒരു നിവൃത്തിയില്ല, ട്രംപ് പിണങ്ങിയായിരിക്കുന്ന, ഇപ്പോൾ ലീവ് എടുത്ത് പോന്നാൽ മടങ്ങി വരുമ്പോൾ അറിയാൻ പാടില്ല, ജോലിയും പോവും, എനിക്ക് ജോലിയും കിട്ടത്തില്ല, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ പറ്റുമെന്ന് സംശയമാണ്. അപ്പച്ച ഞങ്ങൾ വരുന്നില്ല, അപ്പച്ച സാധാരണ വരുന്ന പോലെ വരാം. അന്ന് കുറച്ച് രൂപ സാധാരണ നിങ്ങൾ പറഞ്ഞ പരിപാടിയൊന്നും പറയേണ്ട, നന്നായിട്ട് നടത്തിക്കൊണ്ട് കാശ് കൂടുതൽ അയച്ചു. രണ്ടാമത്തോരും പറഞ്ഞു, ഒരു നിവൃത്തിയില്ല, ഒമനൈസേഷൻ അവിടെ ഒമാനിലാണ്. ഒമനൈസേഷനെ ഇപ്പോൾ ഞങ്ങൾ ലീവ് എടുത്തിട്ട് പോന്നാൽ അവിടെ ആരെങ്കിലും കയറും, എന്നെ അവിടെ ജോലി കിട്ടുന്നില്ല, എൻ്റെ ചായ ഒരിക്കലും ഞങ്ങൾക്ക് വലിയ സങ്കടമായിട്ട് വെച്ചാൽ ആരെങ്കിലും കൊടുത്തു. അപ്പോൾ ഇയാൾ നിർത്തിയില്ല, അവർ വരുന്നില്ല, ഞാൻ പരിപാടിയൊക്കെ തന്നെ വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു എടുത്തിരുന്നു, മക്കളെ നിങ്ങൾ വരുമ്പോൾ പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു വില്ല് എഴുതണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ വില്ല് ഇങ്ങനെയാണ് എഴുതുന്നത്, നീ ഏതായാലും മൂത്തനോട് പറഞ്ഞു, നീ ഏതായാലും അമേരിക്കയിൽ തന്നെ സെറ്റിൽഡാണ്, നീ ഇങ്ങോട്ട് വരാൻ പോകുന്നു. അവിടെ വന്നപ്പോൾ നിനക്ക് നല്ല സൗകര്യവും ചുറ്റുപാടൊക്കെ ഉണ്ടല്ലോ, എന്നാൽ കുടുംബ സ്വത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമല്ലോ എന്ന് വിചാരിച്ചു 50 സെന്റ് സ്ഥലം കഴിച്ചു. രണ്ടാമത്തവൻ അവിടെ തോട്ടമൊക്കെ മേടിച്ചിട്ടുണ്ട്. അവനോട് പറഞ്ഞു, നിനക്ക് ഒരു 50 സെന്റ് ചേട്ടൻ്റെ എങ്ങനെ, ബാക്കിയുള്ള 8 സെന്റ് സ്ഥലം 8 ഏക്കർ സ്ഥലം മകന് വീടും 8 ഏക്കർ സ്ഥലവും കൂടെ അനിയനും കൊണ്ടാണ്. അവനല്ലേ
അമേരിക്കയിലും പേർഷ്യയിലും പോകാതെ ഞങ്ങളിങ്ങനെ പ്രായമായപ്പോൾ ഞങ്ങളെ നോക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഈ 8 കിട്ടി എന്ത് സംഭവിക്കും? അടുത്ത ഫ്ലൈറ്റിന് അമേരിക്കക്കാരൻ പേർഷ്യ വഴി ലാൻഡ് ചെയ്യും. തന്നെയാണോ? ഭാര്യയും കൂടെ വരും, പിള്ളേരോട് ഇട്ടിട്ട് പോകും. ഞാനിവിടെ അച്ചായനെങ്കിലും പറഞ്ഞു കേട്ട് അച്ചായനെ കണ്ണീരൊക്കെ കണ്ട എന്തെങ്കിലും സംബന്ധിച്ച് പോയെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആര് ഭാര്യയും കൂടെ പറഞ്ഞു. ശരി, ഇതൊക്കെ നിങ്ങൾ കാണിക്കുന്ന പണിയാണ്. അപ്പൊ ഇവിടെ വന്നു, സർപ്രൈസ് ആയിട്ട് കാലത്ത് കുർബാനയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കും. മക്കളാണ് അയ്യോ, ഇതുപോലെ സന്തോഷം വേറെ ഉണ്ടോ? അവരെല്ലാം പോയി പെട്ടെന്ന് കുളിച്ച് ഓടി പള്ളിയിൽ വന്നു, എല്ലാം വളരെ ക്ഷേമമായി നടത്തി. അങ്ങനെ ഇതുപോലെ രാത്രിയാണ്. രാത്രി എല്ലാവരും കൂടി ഇരുന്ന് പൊട്ടാനൊക്കെ പറയാണ് പറഞ്ഞത്. അപ്പോൾ മൂത്ത മരുമകള് ഭർത്താവിനെ എന്നാ പറയാന്, അവൻ പറഞ്ഞ അച്ചായ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അച്ചായന് 3 പിള്ളേരും തുല്യതല്ലേ? അതെ, 3 പിള്ളേരും തുല്യനാണെങ്കിൽ തുല്യമായിട്ട് ബാധിക്കണം, ഭാഗം വെക്കണം. അവന് വേണമെങ്കിൽ വീട് കൊടുത്തോ, എന്നാലും 8 ഏക്കർ അവന് കൊടുക്കും, ഞങ്ങൾക്ക് 50 സെന്റ് തരും, ന്യായമാണ്. മറ്റോട് തോടാണ് അവനും പറയണത്. അവൻ പറഞ്ഞു, മക്കളെ എനിക്ക് 3 പിള്ളേരും തുല്യരായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം. കാരണം നിങ്ങൾക്കൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്, അതുപോലെയൊക്കെ ഇതിനും കൂടി ജീവിക്കണ്ടേ? അപ്പോഴല്ലേ ഞാൻ 3 പേരും ഒരുപോലെ കാണുന്നു പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മക്കളെ അങ്ങനെ തീരുമാനിച്ചത്. ഞങ്ങൾ ഏത് തീരുമാനിച്ചു അതുപോലെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആകെ കൂടെ കുഴപ്പമില്ല. അങ്ങ് ആദ്യം ചായ അമ്മ ചെയ്യുന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്താവും, അങ്ങേരുന്നു അയാളൊന്നു പോകും. അപ്പം രാത്രി 1-ാമനും 2-ാമനും പെട്ടിയെടുത്ത് തന്നു. ശരിയാണോ? ഇന്ന് ലോകത്തിൽ നടക്കുന്നതാണ്. ഞാൻ ഈ ജൂബിലി മന്ദിരം കൊട്ടാരക്കരയിൽ കുറച്ച് ചുമതലയുണ്ടായിരുന്ന സമയത്ത് ഞാൻ മിക്ക ദിവസം അവിടെ പോകും. ഈ അപ്പച്ചൻ്റെ അമ്മച്ചിമാരുടെയും കൂടെ ഇരിക്കും. എന്താ ഇരിക്കുന്നതിന് കാര്യം കുറച്ച് നേരം എന്ത് കൊടുക്കാനൊക്കെ പറയുമ്പോൾ അവർക്ക് സന്തോഷം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവിടെയുള്ളവരിൽ കുറഞ്ഞത് 50% ഒന്നുമല്ല 75% മക്കളുള്ളവരാണ്. നല്ല നിലയിൽ ജീവിക്കുന്ന മക്കളുമാണ്. അവർക്കുള്ളതൊക്കെ മക്കൾക്ക് എഴുതി കൊടുത്തതാണ്. അവർ ചെയ്ത പാപം എഴുതി കയ്യിൽ കിട്ടിയപ്പോൾ അപ്പൻ ഔട്ട്, അമ്മ ഔട്ട്. അല്ല, എന്നോട് വല്ലവരും ചോദിക്കാൻ പറഞ്ഞു, ഞാൻ പറയും മരണപത്രം എഴുതി കൊടുക്കേണ്ടിയെന്ന് പറഞ്ഞു. ഇപ്പൊ ചിലരും വിചാരിക്കുന്നോട് ഇങ്ങനെ വളച്ച് അപ്പനെയും അമ്മയൊക്കെ വളച്ച് ഏകദേശമൊക്കെ ശരിപ്പെടുത്തി എടുത്ത് വെച്ചിരിക്കുക. ഈ മനുഷ്യന് വന്നത്, ഈ മനുഷ്യന് ഇവിടെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത് അവസാനം ഒന്നും കൈ കെട്ടാണ് പോകുന്ന കർത്താവേ എന്ന് പറഞ്ഞിട്ട് അതിന് ശമിക്കല്ലേ? ശമിച്ചാലും സാരമില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമുക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹവും അപ്പനും അമ്മയ്ക്കും മക്കളോടുള്ള സ്നേഹവും എന്ത് കിട്ടുമെന്നതിനെ അധപതിച്ചു പോയിരിക്കുന്നു. നമ്മുടെ കൈകൾ വിറച്ചുകൊണ്ടിരുന്നപ്പോൾ, ഉറയ്ക്കാതിരുന്നപ്പോൾ, നെരിയാണി ഉറയ്ക്കാതിരുന്നപ്പോൾ നമ്മുടെ കൈകളെ ശക്തീകരിക്കുകയും നമ്മുടെ നെരിയാണി ഉറപ്പിക്കുകയും ചെയ്ത മാതാപിതാക്കളുടെ കൈകൾ വിറയ്ക്കുവാൻ ആരംഭിച്ചാൽ, നെരിയാണി ആടാൻ ആരംഭിച്ചാൽ അത് ശക്തിപ്പെടുത്തേണ്ടത് ആരുടെ ചുമതലയാണ്? ആരുടെയാണ്? അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടിടുന്നതാണോ? കാരണം നമുക്ക് ഈ അപ്പനും അമ്മയും ആരുമില്ലെന്നേ. അവരുടെ സ്വത്ത് കൈ കിട്ടിയ പിന്നെ എന്നെ അപ്പൻ, എന്നെ അമ്മ. കുഴപ്പം എവിടെയാ? നമ്മുടെ കുഴപ്പമാണ്, മാതാപിതാക്കളുടെ തന്നെ കുഴപ്പമാണ്. അവര് പഠിപ്പിച്ചത് എന്ത് കിട്ടുമെന്നതിന്, ദൈവത്തെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ചത് എന്ത് കിട്ടുമെന്നതിനെ ആശ്രയിച്ചാണ്. ആരാണെന്ന് കരുതിക്കൊണ്ടല്ല. ഇവൻ എൻ്റെ ദൈവമാണ്, അതുകൊണ്ട് ഞാൻ അവനെ ആരാധിക്കും. സകലതും ദൈവത്തിൻ്റെതാണ്, അതുകൊണ്ട് ഞാൻ കൊടുക്കും. ഇത് ചെറുപ്പത്തിൽ പഠിപ്പിച്ചാൽ മാനുഷിക ബന്ധങ്ങൾ ഭാവത്തിൽ തന്നെ ആകും. എന്ത് കിട്ടുമെന്നതിനെയല്ല, ആരാണ് ദൈവം, ആരാണ്, എന്ത് കിട്ടുമെന്നുള്ളത് അപ്രസക്തമായ ചോദ്യമാണ്. ചോദിക്കാൻ പാടില്ല. ഇദ്ദേഹം ഇത് തന്നെയാ പറഞ്ഞേ, എൻ്റെ ദൈവമേ
ഞാൻ എൻ്റെ ജീവിതം മുഴുവനും നിനക്കായി സമർപ്പിച്ച് ദേവാലയത്തിൽ നിന്ന് ഇറങ്ങാതെ എപ്പോഴും ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് ജീവിച്ചിട്ട് എൻ്റെ കൈകൾ നിർമ്മലതയിൽ കഴുകുകയും ഹൃദയം കുറ്റമില്ലായ്മയിൽ സൂക്ഷിക്കുകയും ചെയ്തത് വ്യർത്ഥമായി പോയി. എന്തൊരു അധപതനമല്ലേ! നമ്മൾ ആലോചിക്കും, ഇതിനേക്കാൾ അധപതിക്കാൻ വേണ്ടോ? സുവിശേഷം ഇതിനേക്കാൾ അധപതിക്കാനുണ്ടോ? അതുകൊണ്ടാണ് അദ്ദേഹം നെഞ്ചത്തടിച്ച് പറയുക, അയ്യോ ദൈവമേ, ഞാൻ ഈ പുണ്യം എൻ്റെ തലമുറയ്ക്ക് കൈമാറിയിരുന്നുവെങ്കിൽ എൻ്റെ തലമുറ നശിച്ചു പോകുമായിരുന്നുവല്ലോ, ദ്രോഹം ചെയ്യുമായിരുന്നുവല്ലോ. നാം നമ്മുടെ തലമുറയോട് ദ്രോഹം ചെയ്യുന്നവരോ തലമുറയെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുന്നു. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയില്ലെന്ന് എനിക്കറിയാം, എന്നാലും മനസ്സിൽ പറയുന്നില്ല. ഈ തലതിരിഞ്ഞ പിള്ളേർ ആർക്കാവിടെ? സാധാരണ നിങ്ങൾ പറയുന്ന മറുപടി നിങ്ങൾ പറയില്ല. സാഹിബോ ഇങ്ങനെ ഇത്രയും അച്ഛന്മാരോട് ഇരിക്കുമ്പോൾ പറയാൻ പറ്റും. നിങ്ങൾ പറയാൻ പോകുന്ന മറുപടി അച്ഛന്മാർക്ക് ഉപദേശിമാർ. എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പക്ഷെ ഞാൻ പറയും, കപടഭക്തന്മാരുടെ സന്തതികളാണ് തലതിരിഞ്ഞത്. അതിനകത്ത് അച്ഛനെ ഉപദേശിച്ചുകൊണ്ട് എനിക്കൊരു വിരോധം പറഞ്ഞത് മനസ്സിലാകുന്നു. നിങ്ങളുടെ വികാരിയൊക്കെ നിങ്ങളെ വീട് വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞ് സ്വീകരിച്ചു. അച്ഛോ അന്ന് അച്ഛനെ വിളിച്ചിരുത്തി ചായ കൊടുത്തു. എന്നിട്ട് അച്ഛനോടങ്ങ് പറഞ്ഞു, ഇതുപോലൊരു പട്ടക്കാരൻ ഞങ്ങളുടെ ഇടവിൽ വന്നിട്ട് അച്ഛൻ്റെ ശുശ്രൂഷയുണ്ടല്ലോ, അച്ഛനങ്ങ് മധുവയിൽ നിന്നാൽ എന്തൊരു തിളക്കമാണ്. അച്ഛൻ്റെ മുഖം ഇങ്ങനെ ശോഭ വന്നെന്ന് പറഞ്ഞു. എന്താ അച്ഛൻ്റെ പ്രസംഗം! ഇതുപോലെ ശുശ്രൂഷ നടത്തുന്ന ഒരച്ഛൻ, ഇതുപോലെ പ്രസംഗം നടത്തുന്ന ഒരച്ഛൻ ഈ ഇടവയിൽ വന്നിട്ട് ഇതൊക്കെ കേൾക്കുന്ന ആർക്കാണ്? ഇത് പറഞ്ഞു പോകാതെ അപ്പൊ അച്ഛൻ വളരെ സന്തോഷം കേട്ട്, നല്ല സന്തോഷം. അപ്പൊ പിന്നെ പച്ചമയെ കുറിച്ചു ഇതുപോലെ എത്ര അച്ഛന് പറ്റിയൊരു പച്ചമ ദൈവം തന്നതാച്ചാൽ നിങ്ങളെ ദൈവമാണ് കൂട്ടി ഇന്ന് നല്ലൊരു പച്ചമ. അപ്പൊ കേൾക്കാൻ നിങ്ങൾക്ക് എന്തും ഞങ്ങളെ കുറിച്ചല്ലേ പറയണം. ഞങ്ങൾ ഇതൊക്കെ കേൾക്കുന്നത് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ പോകും. അത് ഞങ്ങൾ മാത്രമല്ല നിങ്ങളും പോകും. ജാക്കി വെച്ചാൽ പൊങ്ങാത്തായിരുന്നു. അപ്പൊ അച്ഛനോട് നല്ല പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് അച്ഛനാണ് ഇറങ്ങി കഴിഞ്ഞോടെ അങ്ങേര് പറയാം, അങ്ങേര് പൊങ്ങിച്ചാ പോയത്. അങ്ങേരുടെ പ്രസംഗം എന്നാ നമ്മുടെ പ്രസിഡന്റ് അച്ഛനെ കൊണ്ട് ഒരു ഉഷാന്താടി വെച്ചിട്ട് എന്നാ ഇത് ക്ഷമിക്കണം. ഈ അച്ഛന്മാര് മാത്രം പറയല്ലോ, സീരിയസ് അച്ഛനെ കുറിച്ച് എന്തെങ്കിലും ഒന്നും പറഞ്ഞു ഇവരെല്ലാം വിചാരിക്കും. അപ്പൊ ഇവരങ്ങ് പോകും. അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആരാ? ഭാര്യ ഭർത്താവും കൂടി തട്ടിച്ച് പൊക്കുന്ന വെച്ചടിക്കും. ഇപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്, കർത്താവ് ഞങ്ങൾ എത്ര പൊക്കി പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ അച്ഛന്മാര്. ഇത് കേട്ടോണ്ടിരിക്കുന്ന ആരാ? ഭർത്താവിനെ കൃത്യമായിട്ട് ഭാര്യയ്ക്കറിയാം, ഭാര്യയെ ഭർത്താവിന്. രണ്ടുപേരും ഒന്നും കുറ്റം പറയത്തില്ല. ഞാൻ നല്ല ആരുടെ മോത്തൻ. നിങ്ങളെ രണ്ടുപേരെയും കൃത്യമായിട്ട് അറിയുന്നത് ആർക്കാണ്? പിള്ളേർക്കാണ്. എല്ലാവരും വിചാരിക്കും ഇതെന്താ പറഞ്ഞത് കള്ളൻ. ആ അച്ഛൻ വന്നപ്പോ പറഞ്ഞതാണോ ശരി, അച്ഛൻ പോയപ്പോ പറഞ്ഞാണോ ശരി? ഇത് നല്ല പണിയാണ്. ഇത് നല്ല പണിയാണ്. ഇത് ഇവരെ കളിപ്പിക്കാൻ ഏറ്റവും പറ്റിയ പണിയുമാണ്. ഏതാ? അവരുടെ മുമ്പിൽ നല്ല കുട്ടി എല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് പള്ളിപ്പോൾ വേണമെങ്കിൽ അതിന് മുമ്പിലുണ്ട്, ഒരു സെക്കൻഡ് പറ്റുക എല്ലാത്തിനകത്തുണ്ട്. നിങ്ങളുടെ കണ്ണ് വെട്ടിച്ചാൽ അവന്റെ പണി വേണം. ഈ പണി പഠിപ്പിച്ച ആരാണ്? സമ്മതിച്ചോ? പിന്നെ ഇന്നത്തെ പ്രശ്നം ഏറ്റു. നാം നമ്മുടെ തലമുറകളോട് ദ്രോഹം ചെയ്യുന്നു. തലമുറകളെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുന്നു. നടന്ന 3 സംഭവമാണ് അവസാനം.
എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞാൻ കോളേജിൽ പഠിക്കുന്നു, വേറെ ഹോസ്റ്റലാണ് തൊട്ട്. ഞാൻ കത്തോലിക്ക ഹോസ്റ്റലിൽ ആദ്യം പഠിച്ചപ്പോൾ ഞങ്ങൾ 4-5 ഭർത്തമ്മക്കാർ, 1 CSAക്കാർ മാത്രമേ ഉള്ളൂ, കത്തോലിക്കരല്ലാതെ. അപ്പം ഞങ്ങൾ ചെറിയ പ്രാർത്ഥന കൂട്ടും. ഒരു ചെറുപ്പക്കാരൻ യേശുവിനെ കണ്ടുമുട്ടിയാൽ ഉണ്ടാകുന്ന മാറ്റം അവനിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രത്യേകിച്ച് ദൂരം ശ്രദ്ധിച്ചത്. അവൻ്റെ ജീവിതം അങ്ങനെ പാടം മാറി. അവൻ മാത്രമേ ഉള്ളൂ മർദ്ദമക്കാരൻ. അവന് എല്ലാ മുറിയിലും ട്രാക്സ് കൊടുത്തു. അവൻ്റെ ആശുപത്രിയിൽ അപ്പൻ രോഗികളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മകൻ അവിടെ വാതിൽ ട്രാക്സ് കൊടുത്തു. കൈ കൊണ്ട് സ്വന്തമായി എഴുതി വെച്ച് എല്ലാ മുറികളിലും ഇങ്ങനെ വേദവാക്കി എന്നാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അവധിക്ക് പഠിക്കാൻ വേണ്ടി സ്റ്റഡി ലീവിന് പോയപ്പോൾ നല്ല ഭക്തനായ ചെറുപ്പം അവൻ വേദവസം വാങ്ങിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കും. അവർ മോശക്കാരൊന്നുമില്ല, അപ്പനും അമ്മയൊക്കെ നല്ല മനുഷ്യരായിരുന്നു. കാലത്ത് വൈകിട്ടും വീട്ടിൽ പ്രാർത്ഥിക്കുന്നു, എല്ലാ കാര്യങ്ങളും നല്ല മാതൃകാപരമായി ജീവിക്കും. അപ്പം ഇവൻ വേദവസം വായിച്ച് കുറച്ച് നേരം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ പറഞ്ഞു, ഇത്ര നേരം നീ വേദവസം വായിക്കുന്നു, അതൊന്നും വായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഈ ഭക്തനൊന്നും ആവണം. ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ നശിക്കാം, മുഴുവൻ അവിടെ നിർത്താൻ കൊള്ളാത്തതുകൊണ്ട് എൻ്റെ പാഴ്സനേജിൽ കൊണ്ട് ഞാൻ താമസിക്കും. അതിനിപ്പം വലിയ ആളായി, ഡോക്ടറൊക്കെ ആയി, നല്ല നിലയിൽ. കാരണം അവര് വെളിച്ചമുണ്ടായിരുന്നു. ഇടക്കാലത്ത് വഴി തെറ്റിയിരുന്നു, ദൈവത്താൽക്കൂടെയാണ് അവനെ പിടിച്ച് ദൈവം ഉയർത്തി. ദൈവത്തിൻ്റെ വെളിച്ചം കാണാൻ തക്കവണ്ണം അവനെ സഹായിച്ചു. ഞാൻ ചോദിക്കാൻ പോകുന്നതാണ്, ആ ചെറുക്കനെ അവൻ കണ്ണതിലൂടെ എന്നോട് പറഞ്ഞത്, ആ പയ്യനെ വഴി പിഴപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കായിരുന്നു? വേറെ അന്ന് മുതൽ നശിച്ചതാണ് അവർ. ആ സ്ത്രീയെ ഞാൻ ഇവിടെ കൊണ്ടു നിർത്തിയാൽ നിങ്ങൾ ചെരുപ്പ് ഉണ്ടെങ്കിൽ വച്ച് മകനെ നശിപ്പിച്ചവൻ. നാം നമ്മുടെ തലമുറയെ നശിപ്പിക്കുന്നുണ്ടോ? അറിഞ്ഞും അറിയാതെ. അതോ തലമുറകളെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുന്നുണ്ടോ? നാം നമ്മുടെ തലമുറകളോട് ദ്രോഹം ചെയ്യുന്നുണ്ടോ? 2, ഒരു ഡോക്ടർ പാലാരോട് കാണുന്നതാണ്. ഞാൻ പാലാരോട് അച്ഛനായിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ FRCs ആയിരുന്നു. ആ ഡോക്ടറുടെ അമ്മ നല്ല പുള്ളിക്കാരി, അവരോട് മരിച്ചു. അവിടെ നല്ല പേര് കേട്ടൊരു ഡോക്ടർ, നല്ലൊരു സർജൻ. എൻ്റെ ഇടവയിൽ തന്നെ ഒരു പയ്യനെ ഓപ്പറേഷൻ സർജറി. അപ്പോൾ അവർ പ്രാർത്ഥിച്ച് മുറിയിൽ നിന്ന് കൊണ്ടുപോകണം. ഞാൻ അവിടെ ഓപ്പറേഷൻ തീർത്തിട്ട് പോകണം. അപ്പനാണ് പറയുന്ന തലതിൽ കരയുക. അപ്പോൾ ഒരു നേഴ്സ് അറിഞ്ഞു, നേഴ്സാണെന്നാ തോന്നുന്നു, വലിയൊരു ഫോട്ടോ ഒക്കെ നെറ്റിയിലുണ്ട്, എന്ന് മാത്രമേ ഉള്ളൂ അറിയാൻ. അവർ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഈ ഡോക്ടർ അരമണിക്കൂർ പ്രാർത്ഥിക്കാതെ കത്തി കീഴടക്കി. ഈ ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്തൊരു കേസും പരാജയപ്പെട്ടിട്ടില്ല, പരാജയപ്പെടുകയുമില്ല. പിന്നെ എന്തിനാ നിങ്ങൾ കിടന്ന് കരയുന്നത്? ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് എൻ്റെ ശരീരം കുളിര് പോയി. എൻ്റെ മെമ്പറിനെ കുറിച്ചുള്ള സാക്ഷിയല്ലേ, എന്തൊരു സാക്ഷിയല്ല. അപ്പം ഞാൻ ഇവരെയൊക്കെ ആശ്വസിപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ വീണ്ടും പാഴ്സലേജിലോട്ട് പോണ വഴിക്കാണ് ഈ ഡോക്ടറുടെ അപ്പനും അമ്മയും, പ്രായമായ അപ്പനും അമ്മയും താമസിക്കുന്നത്. ഞാനവിടെ ചെന്നു. ഞാൻ ചെന്ന് വർത്താനൊക്കെ പറഞ്ഞ് അമ്മച്ചോട് പറഞ്ഞു, എൻ്റെ അമ്മച്ചി, അപ്പച്ചൻ അവിടെ ഇല്ല. അപ്പച്ചനോട് പറഞ്ഞു, അമ്മച്ചി ഇതൊരു സന്തോഷവാർത്ത പറയണമെന്ന്. ഞാനിങ്ങനെ ആശുപത്രിക്കുന്നു. അവിടുത്തെ നേഴ്സ് പറഞ്ഞു, അമ്മച്ചിയുടെ മോനെ കുറിച്ചുള്ള സാക്ഷി. ഏതാ, അരമണിക്കൂർ പ്രാർത്ഥിക്കാതെ കത്തി കൈയിലെടുത്തു. ഓരോ ഓപ്പറേഷനും പരാജയപ്പെട്ടിട്ടില്ല, പരാജയപ്പെട്ടു. അപ്പം അമ്മ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മകനെ നയിച്ചു. എൻ്റെ മോനെ, എനിക്ക് 2 മക്കളാണുള്ളതെന്ന് അറിഞ്ഞുകൂടെ. മൂത്താളെ ഇംഗ്ലണ്ടിലെ കൺസൾട്ടന്റ്. ഇവർ 2 പേരും എൻ്റെ ഗർഭത്തിൽ ഉരുവായ നിമിഷം എൻ്റെ തമ്പുരാനോട് ഒന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചു, തമ്പുരാനെ, നീ എനിക്ക് മക്കളെ തന്നാൽ അവർ യേശുവുള്ളവരായി വളരണം. കേൾക്കുന്നുണ്ടോ? അവർ യേശുവുള്ളായി വളരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അവർക്കെല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്, പ്രതാപമുണ്ട്, എല്ലാം. അതൊന്നും എനിക്ക് സന്തോഷമില്ല. അതൊന്നും അല്ല എൻ്റെ മോനെ എൻ്റെ കാര്യം. അവർ 2 പേരും യേശുവുള്ളവരായി ജീവിക്കുന്നു എന്നതാണ് മകനെ എൻ്റെ സന്തോഷം.
ഈ അമ്മ തലമുറയ്ക്ക് കൈമാറിയത് എന്ത്? ഈ അമ്മ തലമുറയ്ക്ക് കൈമാറിയത് യേശുവിനെ ആണോ? നാം നമ്മുടെ തലമുറയോട് ദ്രോഹം ചെയ്യുന്നവരാണോ? തലമുറയെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുന്നവരാണ്. 3 ഒരു അമ്മ, അവരുടെ മകൻ, ഞാൻ ആ പള്ളിയിൽ കാര്യമായിട്ടുള്ളതാണ്, എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പോൾ പോണ സമയത്ത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി, മാരുതി കമ്പനി ജോലി കിട്ടി പോവാൻ നേരത്തെ അമ്മ മകനെ അടുത്ത് നിർത്തി മകനോട് പറഞ്ഞു, മകനെ, നീ മരിച്ചാൽ എനിക്ക് ദുഃഖമില്ല. നീ യേശുവിനെ ദുഃഖിപ്പിച്ചെന്ന് കേട്ടാൽ മകനെ എനിക്ക് സഹിക്കലില്ല. മകനെ, നീ മരിച്ചാൽ എനിക്ക് ദുഃഖമില്ല. നീ യേശുവിനെ ദുഃഖിപ്പിച്ചെന്ന് കേട്ടാൽ എനിക്ക് സഹിക്കയില്ല. മരിച്ചാൽ ദുഃഖമില്ലെന്നാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമല്ല. ഞാൻ ഒരിക്കൽ നത്രാനായി കഴിഞ്ഞ ശേഷം ഡൽഹി പോയപ്പോൾ ഇവൻ്റെ നമ്പർ എടുക്കണം. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അതൊക്കെ അതായത് കുറച്ച് പള്ളികളുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു വികാരി അച്ഛനോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെറുപ്പക്കാരനോട് എനിക്കൊന്ന് കണ്ടുപിടിച്ച് തരുന്നത്. അപ്പോൾ എന്നെ കണ്ടുപിടിക്കാനാ എന്താ ഞാൻ പറഞ്ഞു, എൻ്റെ തിരുമേനി, ഈ പ്രദേശത്തുള്ള ഡൽഹിയിലുള്ള സകല ചെറുപ്പക്കാർക്കും അവൻ ചലഞ്ചാണ്. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു, എങ്ങനെ ചലഞ്ചാകാതിരിക്കും അല്ലേ? എങ്ങനെ ചലഞ്ചാകാതിരിക്കും? എല്ലാ ചെറുപ്പക്കാർക്കും ചലഞ്ചാണ്. ഈ അമ്മ തലമുറയ്ക്ക് കൈമാറിയത് എന്ത്? ഈ അമ്മ തലമുറയ്ക്ക് കൈമാറിയത് യേശുവിനെ. നാം നമ്മുടെ തലമുറകളോട് ദ്രോഹം ചെയ്യുന്നവരോ തലമുറകൾ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുന്നവർ. ഭക്തനാണെന്ന് അഭിമാനിക്കുന്ന അയസർ, ജീവിതം മുഴുവനും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചവൻ, ദേവാലയത്തിൽ നിന്ന് ഇറങ്ങാത്തവൻ, വായി തുറന്നാൽ ഹല്ലേലൂയ സ്തോത്രം മാത്രം പാടുന്നവൻ, പറയുന്നവൻ, അവൻ അയൽക്കാരന്റെ നന്മ തടിച്ചുരുളുന്നത് കാണുമ്പോൾ അസൂയപൂർവ്വം അവന്റെ വളർച്ചയിൽ അവൻ ദൈവത്തെ തള്ളിപ്പറയുന്നവനാണെങ്കിലും ദൈവഭയമില്ലാത്തവനാണെങ്കിലും അവന് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കേണ്ടവനായ ഭക്തൻ അവന്റെ വളർച്ചയിൽ അസൂയ പൂണ്ടിരുന്നുവെങ്കിൽ, സമ്പത്താണ് ദൈവത്തിന്റെ ഭാഗ്യമെന്ന് കരുതി ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് യേശുവാണ് എന്റെ സമ്പത്തെന്ന് പാടുകയും സമ്പത്താണ് ദൈവത്തിന്റെ അനുഗ്രഹമെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തെ ആരാധിച്ചിരുന്നുവെങ്കിൽ, അവൻ പറയുന്നു, എൻ്റെ ദൈവമേ, ഈ തെറ്റായ മൂല്യങ്ങൾ ഞാൻ എൻ്റെ തലമുറയ്ക്ക് കൈമാറിയിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നുവല്ലോ. ഞാൻ എൻ്റെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നുവല്ലോ. ഒരു വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. നാം നമ്മുടെ തലമുറകളോട് ദ്രോഹം ചെയ്യുന്നവരോ തലമുറകളെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുന്നവരോ, നാം നമ്മുടെ തലമുറകളോട് ദ്രോഹം ചെയ്യുന്നവരോ നമ്മുടെ തലമുറകളെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുന്നവരോ, നാം നമ്മുടെ തലമുറകളോട് ദ്രോഹം ചെയ്യുന്നവരോ തലമുറകളെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കും.